കൊടുത്ത സംഖ്യ കിട്ടിയത് കഴിച്ച് ഇതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഭൂമി വാങ്ങുന്നതിന് 73,90,985 രൂപ കൂടി ഈ ഭൂമിയുടെ രജിസ്ട്രേഷനും അതിന്റെ സർവേ ഉൾപ്പെടെയുള്ള EDS ഓൺ-റൂൾ സർവേ, മുദ്രപത്രം, രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കെല്ലാം കൂടിയായിട്ട് 73,90,985 കോടി രൂപ കൂടി ആവശ്യമുണ്ട്. ഇനിയും ഞങ്ങൾ പൈസ അത് സമാഹരിക്കും. AICCയും അത് രാഹുൽജിയും പ്രിയങ്കാജിയും ഉൾപ്പെടെയുള്ള അവരുടെ നിയോജകമണ്ഡലത്തിലെ ഒരു സംഭവം ആയതുകൊണ്ടും KPCC ഏറ്റെടുത്ത ഒരു സംഭവം ആയതുകൊണ്ടും ഞങ്ങൾ അതിന് ഇനിയും പാർട്ടിയുടെ പണം കണ്ടെത്തിക്കൊണ്ട് വീട് നിർമ്മിക്കുന്നത്. നിങ്ങൾ ഇനി ചോദിക്കണ്ടായിരുന്നു. അല്ലല്ലേ, നിങ്ങൾ ഒരു ചോദ്യത്തിനും മറുപടി എല്ലാവരും പരിപാടി കയ്യിലേക്ക് മീറ്റിംഗ് അടക്കാൻ വെച്ചിട്ട് അല്ലല്ല ഞാൻ പ്രതിപക്ഷ നേതാവാണ്. നമസ്കാരം. LDFും കൈരളിയും ദേശാഭിമാനിയും ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളും ഇക്കാലം അത്രയും ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. വെള്ളക്കടലാസിൽ എഴുതിക്കൊണ്ടുവന്ന രേഖകളില്ലാത്ത കണക്കിലെ ക്രെഡിബിലിറ്റി പ്രശ്നം ഒരു ഭാഗത്ത്. ഈ കണക്ക് പറച്ചിലൂടെ സംശയങ്ങൾ മാറിയോ, വർദ്ധിച്ചോ, സത്യത്തിൽ കൂടുതൽ ഗൗരവമായ ചോദ്യങ്ങൾ ഉണ്ടാവുകയാണോ എന്ന പ്രശ്നം മറുഭാഗത്ത്. വീട് വയ്ക്കാൻ പണമില്ലെന്ന് സണ്ണി ജോസഫ് തന്നെ സമ്മതിക്കുമ്പോൾ വീട് പണി തുടങ്ങി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് എന്തുകൊണ്ടാണ്? സത്യം മറയ്ക്കാനുള്ള വ്യഗ്രതയിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പമാണോ ഇതൊക്കെ? ഗൾഫിൽ നിന്ന് പിരിച്ച പണം എവിടെ? പോഷക സംഘടനകൾ നൽകിയ കോടികൾ എവിടെ? 150 കോടി വരെ പിരിച്ചു എന്ന കോൺഗ്രസ് ഗ്രൂപ്പുകളിലെ തന്നെ പ്രചാരണം കണക്കുകളിലെ പൊള്ളത്തരം വെളിപ്പെടുത്തുന്നുണ്ട്. ഔദ്യോഗികമായി കോൺഗ്രസ് പറയുന്ന കണക്ക് ഇത്രയും കുറവാകുന്നത് എന്തുകൊണ്ടാണ്? ആപ്പ് ധൃതിപ്പെട്ട് ഡീആക്ടിവേറ്റ് ചെയ്തത് എന്തിനാണ്? പണം നൽകിയവരുടെ പേരുകളും തുകയും എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ഭൂമി വാങ്ങിയതിൻ്റെ രേഖകൾ എവിടെ? വാഗ്ദാനം ചെയ്ത വീടുകൾ എവിടെ? പ്രളയകാലത്ത് 1000 വീടുകൾക്ക് പിരിവ് നടത്തിയിട്ടും ഒരു വീട് പോലും പണിയാത്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ വീണ്ടും അതേ മാതൃക ആവർത്തിക്കപ്പെടുകയാണോ? ദുരന്തത്തിൽപ്പെട്ടവർക്കായി പിരിച്ച പണം അവരുടെ പ്രതീക്ഷകളെ തന്നെ വഞ്ചിച്ചുവോ? ഇതിൻ്റെ മറുവശത്ത് സർക്കാർ നേരിട്ട് ഇടപെട്ട് വീടുകൾ നിർമ്മിച്ച് കൈമാറിയ LDF മാതൃക നിലനിൽക്കുന്നു. അപ്പോഴാണ് വലിയ ചോദ്യം ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കൊണ്ടുവന്ന കണക്ക് കൂടുതൽ കുരുക്കാകുന്നുണ്ടോ കോൺഗ്രസ്സിന് എന്ന്? തെളിവുകൾ നിരത്താനാകുമോ കോൺഗ്രസ്സിന്? DYFIക്ക് 20 കോടി കിട്ടി, യൂത്ത് കോൺഗ്രസ്സിന് 1 കോടി മാത്രമോ? മൂത്ത കോൺഗ്രസ്സിന് 5 കോടി മാത്രമോ? സത്യം പറയില്ല എന്ന് ഇപ്പോഴും കോൺഗ്രസ്സിന് വാശിയുണ്ടോ ഇക്കാര്യത്തിൽ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഉഡായിപ്പ് കണക്കാണോ ഇത്? ചർച്ചയിൽ ചേരുന്നവർ: CPIMന് വേണ്ടി V വസീഫ്, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ. ഏറ്റവും ആദ്യം N ശ്രീകുമാർ, താങ്കളിലേക്ക് തന്നെയാണ്. ഇത്രയും പണം മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ളത് ചോദിക്കേണ്ടി വരുന്നത്. കോൺഗ്രസ് ഒരു ചെറിയ പാർട്ടിയല്ല. കോൺഗ്രസ് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പാർട്ടി, അല്ലെങ്കിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടി എന്നൊക്കെയുള്ള കണക്കുകളിൽ നിൽക്കുന്ന പാർട്ടിയാണ്. ഈ സംസ്ഥാനത്ത് കോൺഗ്രസ്സിനൊപ്പം പോഷക സംഘടനകൾ ഒട്ടേറെയുണ്ട്. ഇവരെല്ലാം പല കാലങ്ങളിൽ അവരുടെ ഈ സംഭാവന പിരിവിൻ്റെ കാര്യത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രമാത്രം കുറവ് ഇക്കാര്യത്തിൽ പിരിവിൽ സംഭവിച്ചത് എന്നതാണ് ഒന്ന്. രണ്ടാമത്, ഈ സണ്ണി ജോസഫ് പറയുന്ന കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട്. അത് അങ്ങ് തന്നെ കൂട്ടി നോക്കിയിരുന്നോ? കുറച്ചൊക്കെ നോക്കിയോ? ചെലവും വരവും തമ്മിലൊക്കെ പൊരുത്തക്കേടില്ലേ? നോക്കൂ ഡോക്ടർ ലാലേ, സത്യത്തിൽ ഈ ചർച്ച ഒരർത്ഥശൂന്യമായ ചർച്ചയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെന്തെങ്കിലും കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് അതൊക്കെ എവിടെയെന്നൊക്കെ ചോദിച്ചാൽ അതിനുള്ള ഉത്തരവൊന്നും കോൺഗ്രസ് പറയേണ്ട കാര്യമില്ല.
തിരിച്ചിതുപോലെ DYFI ഇത്ര പിരിച്ചല്ലോ, പ്രവാസി CPM-ൻ്റെ പ്രവാസി സംഘടന ഇത്ര തന്നല്ലോ, അല്ലെങ്കിൽ CPM-ൻ്റെ ഇന്ന ബ്രാഞ്ച് കമ്മിറ്റി ഇത്ര തന്നല്ലോ എന്നൊക്കെ കോൺഗ്രസ്സിന് തിരിച്ചു ചോദിക്കാം. അപ്പോൾ അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഇന്ന് ഒരു കൃത്യമായൊരു കണക്ക് KPCC ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഇത് അവതരിപ്പിക്കേണ്ട കാര്യം സത്യത്തിലില്ല. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ KPCC പിടിച്ച ഫണ്ട് എവിടെ എന്ന് ചോദിച്ച് നിരന്തരം പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിൽ ശല്യപ്പെടുത്തൽ തുടങ്ങി. അത് നിരന്തരം, അതായത് അദ്ദേഹം വളരെ നേട്ടങ്ങളുടെ കാര്യങ്ങളും അതുപോലെ UDF-ൻ്റെ പ്രകടനപത്രമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ CPM-മായി ബന്ധപ്പെട്ട നമ്മുടെ പത്ര സുഹൃത്തുക്കൾ അവിടെ പോയിട്ട് ചൂരമ്മലമുണ്ടകൈ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം അതൊരു തടസ്സപ്പെടുത്തലായി മാറിയപ്പോൾ അതിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇവിടെ ചോദിച്ചു. മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ എങ്കിൽ പിന്നെ മറുപടി പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞതാണ്. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പം അതിനുള്ള ഉത്തരം ഇതാണോ എന്നൊക്കെ തിരിച്ച് ചോദിക്കും. എന്താ തിരിച്ചു ചോദിച്ചത്? രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് എന്താ CPM ഉത്തരം പറയാത്തതെന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമാണ്. പക്ഷേ ഇതിനുള്ള ഉത്തരം അതല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കാം. അതുകൊണ്ടാണ് ഇന്ന് KPCC പ്രസിഡന്റ് കണക്ക് പുറത്തു വിട്ടത്. ആ കണക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ രാവിലെ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത്ര കോടി പിരിഞ്ഞു കിട്ടി, ഇത്ര കോടി യൂത്ത് കോൺഗ്രസ് എന്ന് ഞാൻ ഇന്നലെ തന്നെ ചർച്ചയിൽ പറഞ്ഞതാണ്. അപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചു ഇതൊക്കെ ശരിയാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് KPCC പ്രസിഡന്റിനോട് ചോദിക്കാൻ പറഞ്ഞു. നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നം അവിടെ അവസാനിച്ചു. പക്ഷേ അവിടെ അത് കഴിഞ്ഞിട്ട് DYFI നേതാക്കളും CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും ഒക്കെ രംഗത്ത് വന്നു. കണക്ക് പൊള്ളത്തരമാണ്, കണക്ക് കൃത്രിമമാണ്, ഇതൊക്കെ പറയാൻ ഇവർക്ക് എന്താ അധികാരം? കോൺഗ്രസിൻ്റെ ഫണ്ട് എത്രയാണെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ അവർക്ക് എന്താ അധികാരം, എന്താ അവകാശം, എന്ത് മര്യാദയാണുള്ളത്? രക്തസാക്ഷി ഫണ്ട് പുറത്തു വന്നപ്പം ആ രക്തസാക്ഷി ഫണ്ട് തെറ്റാണെന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല, അത് CPM-നുള്ളിലുള്ള ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞികൃഷ്ണനാണ്. വയനാട് ഫണ്ടിനെ കുറിച്ച് ഒരു കോൺഗ്രസ് നേതാവും ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു സംശയവും ഉണ്ടാക്കിയിട്ടില്ല. സംശയം ചോദിച്ച മുഴുവൻ CPM-കാരാ. അതെന്തിനാണെന്ന് വെച്ചാൽ അത് ഈ കുളം കലക്കാനുള്ള പരിപാടിയാണെന്ന് തീർച്ചപ്പെടുത്തിയുകൊണ്ടാണ്, വാർത്ത ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചത്. പക്ഷേ അവസാനം മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ പിന്നെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയുടെ മറുചോദ്യങ്ങളുണ്ട്. ആ മറുചോദ്യങ്ങൾ കൂടി ഉത്തരം പറയണം. CPM പിരിച്ച ഫണ്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. CPM പിരിച്ച ഫണ്ട് എത്ര, അതൊക്കെ ഞാൻ അടുത്തതിലേക്ക് വരാം. ശരി, ഞാൻ KPCC ഫണ്ട് ആദ്യം പറഞ്ഞു കഴിയാം. അപ്പോൾ KPCC ഇന്ന് ഒരു മിനിറ്റ്, KPCC ഇന്ന് ആ ഫണ്ട് കൊടുത്തപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആ ഫണ്ടിൻ്റെ കണക്ക് വിവരിക്കാത്തത് ഇന്ന് രാവിലെ പറഞ്ഞതായതുകൊണ്ട് അത് ആവർത്തിച്ച് നമ്മുടെ സമയം പോയി എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇതിൽ 2-3 ചോദ്യങ്ങളുണ്ട്. അതാണ് MV ജയരാജൻ പറഞ്ഞത്. അദ്ദേഹത്തിന് വിശ്വാസമില്ല. DYFI-യുടെ നമ്മുടെ മട്ടന്നൂരിൽ മത്സരിക്കുന്ന നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ എന്താണെന്നറിയാമോ? KPCC പിരിച്ചുവിടണം. എന്തിന്? ഈ കണക്കൊന്നും ശരിയല്ല. ഈ കണക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ DYFI നേതാവ് ആരാ എന്ന് അവർ യൂത്ത് കോൺഗ്രസ്സുകാർ തിരിച്ചു ചോദിച്ചാൽ ഉത്തരവുണ്ടോ? CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരുപാട് ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട്. ഈ ബക്കറ്റത്തെ പണമൊക്കെ എവിടെയെന്ന് പറയുമ്പോൾ ഒരു കണക്ക് വേണേൽ CPM കൊടുക്കും. ഇതൊന്നും അല്ല കണക്ക്, ഇതൊക്കെ തെറ്റാന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അവസ്ഥ എന്താ? ഇതൊരു രാഷ്ട്രീയ മര്യാദയുള്ള ചോദ്യമല്ല. ഒരു കണക്ക് പറഞ്ഞപ്പോൾ ആ കണക്ക് തെറ്റാണെന്ന് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. അതായത് കണക്ക് ചോദിച്ചു, ഉത്തരം പറഞ്ഞു, അപ്പോൾ ആ കണക്ക് തെറ്റാണെന്ന്. ഈ കണക്ക് തെറ്റാണെന്ന് പറഞ്ഞാൽ ആരാ? കോൺഗ്രസ്സുകാരല്ല. എന്നാൽ രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് ചോദിക്കുന്ന ആരാ? CPM-കാരാ. ചോദിച്ച ആളെ പുറത്താക്കി. എന്നിട്ട് പത്രസമ്മേളനത്തിൽ KK രാഗേഷ് ഗോവിന്ദ മാഷ് പറഞ്ഞാൽ പറയാ ആ കണക്ക് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. എന്താ ജനങ്ങളോട് പറയാത്തെ? ശരി, ഞാൻ ഇടപെടാതിരിക്കുകയായിരുന്നു. ഞാൻ താങ്കൾക്ക് ആവശ്യത്തിന് സമയം ഈ കാര്യത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് N. ലാൽകുമാറിലേക്ക് ഒന്ന് പോവുകയാണ്. ഇടപെട്ടിട്ട് കാര്യമില്ല, ഉത്തരം പറയണ്ടേ? ശരി, എൻ്റെ ചോദ്യം നമ്മുടെ വയനാട്ടിലെ ഫണ്ടിനെ കുറിച്ചാണല്ലോ. ഞാൻ അങ്ങയിലേക്ക് തിരിച്ച് ഉടനെ വരികയും ചെയ്യാം. അഡ്വക്കേറ്റ് ലാൽകുമാർ, വയനാട് രക്തസാക്ഷികൾ എന്ന പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ആളുകളല്ല. അതിനപ്പുറം ഒരു പ്രകൃതിയുടെ ദുരന്തത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ, എല്ലാം നഷ്ടപ്പെട്ടു പോയ, എല്ലാം അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായ ഒരു പ്രദേശത്ത് നിന്ന് ഒലിച്ചുപോയ ആളുകളുടെ ജീവിതത്തെക്കുറിച്ചാണ്. സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അത് ലോകത്തെവിടെയാണെങ്കിലും അതൊക്കെ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ലോകത്തെ സർക്കാരുകളൊക്കെ അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിൽ ഇത്തരം അനുഭവങ്ങൾ പല ഘട്ടങ്ങളിലായി കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഉണ്ടായപ്പോഴൊക്കെ നമ്മുടെ സർക്കാരുകൾ ഇടപെട്ടിട്ടുണ്ട്. വയനാട്ടിൻ്റെ കാര്യത്തിൽ സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ പറയുകയും അതനുസരിച്ച് സംഘടനകളും വ്യക്തികളുമൊക്കെ അതിലേക്ക് സംഭാവന ചെയ്യുകയും അതനുസരിച്ച് അതിൽ നിന്ന് കിട്ടിയ പണമനുസരിച്ച് സർവകക്ഷി യോഗത്തിൻ്റെ കൂടി തീരുമാനമനുസരിച്ച് അവിടെ ഒരു ടൗൺഷിപ്പിലേക്ക് നീങ്ങുകയും അതിൽ വീട് വേണ്ടാത്തവർക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകാനുള്ള
ചോയ്സ് അവിടെ അനുവദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാർ അക്കാര്യത്തിൽ ഇടപെടുകയും അതിന് പ്രോത്സാഹനവും അതിന് സഹായവും ചെയ്യേണ്ട മറ്റുള്ളവർ. പക്ഷേ നമ്മുടെ നാട്ടിൽ വയനാട്ടിൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്തത് പ്രതിപക്ഷം എന്നുള്ളത് കണ്ടു. അവിടെ അവർ തന്നെ പിരിവിന് ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. അത് വിശ്വസിച്ച് കുറച്ചാളുകൾ, ഇന്നിപ്പോൾ ശ്രുതിയുടെ പേര് വരെ വരുന്നുണ്ടായിരുന്നു, ശ്രുതിയെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ, ശ്രുതിയുടെ പേര് വരെ വരുന്നുണ്ടായിരുന്നു. അവരൊക്കെ അക്കാര്യത്തിൽ വിശ്വസിച്ച് സർക്കാരിൻ്റെ 15 ലക്ഷം വാങ്ങി അപ്പുറത്ത് വീട് കിട്ടുമെന്ന് കരുതിപ്പോയവരാണ്. ഇപ്പോൾ തിരിച്ച് അവിടെ വീടില്ല എന്ന് മനസ്സിലാക്കി വരുന്നു. അങ്ങനെയുള്ള കാര്യത്തിൽ കണക്ക് ചോദിച്ചതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആ കണക്കിലെ പിഴവാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് രാവിലെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, ചോദ്യങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളെല്ലാം ചോദിച്ച് മടുത്ത് തെരഞ്ഞെടുപ്പിന് 4 ദിവസം ഉള്ളപ്പോൾ സണ്ണി ജോസഫ് ഇതാ ഒരു കണക്ക് പറയുന്നു. താങ്കൾക്ക് ആ കണക്കിൽ ഒരു പിഴവും കണ്ടെത്താനായില്ലേ? അതിന് 10ാം ക്ലാസ് വരെ പോലും പോകണ്ടല്ലോ. 5ാം ക്ലാസ് വരെ പോയ ഒരു കുട്ടിക്ക് പോലും ആ കണക്ക് കൂട്ടിയും കുറച്ചും തെറ്റാണെന്ന് മനസ്സിലാക്കാൻ എത്ര സമയം വേണം? അത് ചോദിച്ചപ്പോൾ എൻ ശ്രീകുമാർ പ്രതികരിച്ചത് താങ്കൾ കണ്ടല്ലോ. താങ്കളുടെ പ്രതികരണം എന്ത്? അല്ല, ശ്രീകുമാറിയേട്ടൻ്റെ പ്രതികരണത്തിൽ ഞാൻ അത്ഭുതങ്ങൾ കണ്ടെത്തുന്നില്ല. അത് സ്വാഭാവികമായ പ്രതികരണമാണ്. ഇവിടെ 2 ഫണ്ടുകൾ തമ്മിലുള്ളൊരു കമ്പാരിസനാണ് അദ്ദേഹം നടത്തിയത്. എത്ര ബാലിശമായ കമ്പാരിസനാണ് നോക്കൂ. വയനാടുമായി ബന്ധപ്പെട്ട് ഇവർ പിരിച്ച പണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണല്ലോ. കോൺഗ്രസ് ഈ പിരിച്ച പണത്തിൻ്റെ പ്രസക്തി എങ്ങനെയാണ് ഉണ്ടാകുക? ഇവരെ വിശ്വസിച്ച് വയനാട് വീട് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടെന്നേ. സർക്കാരിൻ്റെ ഇന്ന് 15 ലക്ഷം രൂപ മാത്രം മേടിച്ച് സർക്കാർ ഇവിടെ പണിഞ്ഞു കൊടുത്തിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ ഒരു വയനാടിൻ്റെ സെൻറ്ററിലാണ് പണിഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ ഏറ്റവും ക്രീമി ഏരിയയിലാണ് പണിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അങ്ങനൊരു സ്ഥലത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ വാദം കേട്ട് പുറത്തിറങ്ങിയവരെ അവരെ കൈയൊഴിയല്ലേ ഇവർ ചെയ്തത്? അവരോടല്ലേ ഈ മോശം പ്രവൃത്തി ചെയ്യുന്നത്? അവർ കോൺഗ്രസിൻ്റെ വാക്ക് കേട്ടില്ലായിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വാക്ക് കേട്ട് അവർ അവിടെ വീട് മേടിക്കാൻ ശ്രമം നടത്തത്തില്ലായിരുന്നോ? അപ്പോൾ ഇത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ് കോൺഗ്രസിൻ്റെ ഫണ്ട്. അതല്ലാതെ CPM-ൻ്റെ ആഭ്യന്തര കാര്യം പോലൊരു പ്രശ്നമല്ല ഇത്. CPM-ൻ്റെ ആഭ്യന്തര കാര്യത്തിലേക്ക് ഞാൻ വരാം, അതവിടെ നിൽക്കട്ടെ. ഇത് രണ്ടും തമ്മിലൊരു കമ്പാരിസൺ നടത്തുമ്പം ശ്രീകുമാറിയേട്ടൻ എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ ജാഗ്രത പുലർത്തേണ്ട. ഇപ്പം കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന കാലമായതുകൊണ്ട് ഒരു രക്ഷപ്പെടുത്തിയെടുക്കൽ പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അത് പോട്ടെ, അത് നടക്കട്ടെ. രാഷ്ട്രീയമായി വേറൊരു വാദം വെക്കാൻ പറ്റത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തന്നെ വെച്ച് പോവാം. സത്യത്തിൽ ഈ 15 ലക്ഷം മേടിച്ചു പോയവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അവർക്കിത് കൊടുക്കുമോ? അത് നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചോദ്യം പ്രസക്തമായി വരുന്നത്? VD സതീശൻ പറഞ്ഞത് അവിടെ വയനാട്ടിൽ വീട് പണി തുടങ്ങിയെന്നാ. അതിന് സംശയമുണ്ടോ? വീട് പണി അവിടെ തുടങ്ങി എന്നാണ് VD സതീശൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത്. KPCC അധ്യക്ഷൻ പറയുന്നത് വീട് പണിയാനുള്ള കാശില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് രണ്ടും എങ്ങനെ ചേർന്ന് പോവും? ഒന്നത്. 2, അതിനെക്കാട്ടിലും പ്രസക്തമായ മറ്റൊരു കാര്യമുണ്ട്. നോക്കൂ, മുസ്ലിം ലീഗ് പിരിച്ച പണം, ഇനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 45 കോടിയോ മറ്റാണ് അവർ പിരിച്ചത്. അതിനനുസരിച്ച് അവരവരുടെ പ്രവർത്തനത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ പറയുന്ന മുസ്ലിം ലീഗ് പണം പിരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരാക്ഷേപം നമ്മൾ ഉന്നയിച്ചില്ലല്ലോ. UDF-ൻ്റെ ഏറ്റവും ശക്തരായ ഘടകകക്ഷിയല്ലേ അവർ? അവരെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ അവരുടെ വീടിൻ്റെ വലിപ്പത്തെക്കുറിച്ചും അങ്ങനെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ പണം പിരിച്ചതുമായി ബന്ധപ്പെട്ട് ലീഗ് എത്ര പിരിച്ചു, ലീഗിൻ്റെ അക്കൗണ്ടിൽ ഏത് വന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടുത്തെ രാഷ്ട്രീയമായിട്ടൊരു ആരോപണം വന്നില്ലല്ലോ. അപ്പോൾ UDF-നെ ഈ പറയുന്ന ബാക്ക് ഫുട്ടിലാക്കത്തക്ക രീതിയിൽ ഒരു ശ്രമം LDF-ഓ CPM-ഓ നടത്തുന്നു എങ്കിൽ എന്നാൽ ഈ കാര്യങ്ങളോട് ചോദ്യം ചെയ്തുകൂടെ? അങ്ങനൊരു ചോദ്യം ഉന്നയിച്ച് വന്നിട്ടില്ല. കാര്യം അവർ പറയുന്നു അവർക്ക് 45 കോടിയോ മറ്റോ വന്നു. 45 എൻ്റെ ഓർമ്മ. ആ 45 കോടി പിരിച്ച ലീഗ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് മാത്രമുള്ളൊരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മലബാറിൽ മാത്രമുള്ളൊരു പാർട്ടിയാണ്. സൗത്തിലോട്ടൊന്നും ലീഗില്ല. സംസ്ഥാനത്ത് മൊത്തം കിടക്കുന്ന ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി പിരിച്ചത് 5 കോടി. ഇത് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ വെറും പൊട്ടനായിരിക്കണം. കോൺഗ്രസ് പിരിച്ചത് 5 കോടിയും ലീഗ് പിരിച്ചത് അതിനെക്കാട്ടിലും 9 മടങ്ങ് അധികം പിരിക്കാനുള്ള ശക്തി ലീഗിനുണ്ടായി എന്ന് പറയാൻ നമ്മൾ സമ്മതിക്കാൻ പോകുന്നില്ല. ആ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. അതൊരു രാഷ്ട്രീയ ചോദ്യം. നോക്കൂ, തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ചോദിക്കുന്നതല്ല ഇത്. ശ്രീകുമാറിയേട്ടൻ അറിയാം, എത്രയോ ചർച്ചകളിൽ നമ്മളിത് വീണ്ടും എടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞെന്ന് പറഞ്ഞാണ് ചോദിച്ചത്. വയനാട്ടിൽ ഇവർ പറഞ്ഞ കാലം തൊട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഈ ജനം കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമാണത്. ഒരു സംശയവുമില്ല കാര്യത്തിൽ.
ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കും, നാണക്കേടല്ലേ ഇവർക്ക്? ഇവർക്ക് ലീഗ് പിരിച്ചതിൻ്റെ അത്രയും പോലും പിരിക്കാൻ പറ്റിയിട്ടില്ലെന്ന്. 9 ലക്ഷം രൂപ ആപ്പ്. ആരാണ് ഈ ആപ്പ് ഉണ്ടാക്കിയത്? 9 ലക്ഷം രൂപയുടെ ആപ്പ്. ആപ്പിളിൻ്റെ ആപ്പ് ഉണ്ടാക്കാൻ 9 ലക്ഷം രൂപ അതിലായിരിക്കുമല്ലോ. ആപ്പിളിൻ്റെ ഇവർ ആരെ കൊണ്ടാണ് ആപ്പ് ഉണ്ടാക്കിച്ചത്? ഇപ്പം ആപ്പുമായി ബന്ധപ്പെട്ട് ആപ്പിലെ ഒരു സ്ക്രീൻഷോട്ട് കറങ്ങുന്നുണ്ട്. അത് കറക്റ്റാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവരിനകത്ത് പറഞ്ഞിരിക്കുന്ന കോടികളാണ് തുക. എത്രയോ കോടി പിരിച്ചു, 55 കോടിയോ അങ്ങനെ കണ്ട് തുക പിരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ KPCC പ്രസിഡന്റിൻ്റെ കണക്കിൽ അത് 5 കോടിയേ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പണം അടിച്ചു മാറ്റി മുക്കി, പിരിച്ചടിച്ചു മാറ്റി. ഈ പിരിച്ചടിച്ചു മാറ്റി എന്നുള്ളത് പിരിച്ചടിച്ചു മാറ്റിയെന്ന് തന്നെ പറയണം. അതിപ്പോൾ നാളെ തെരഞ്ഞെടുപ്പുണ്ടോ ഇന്നലെ തെരഞ്ഞെടുപ്പ് ആയിരുന്നോ എന്നുള്ളതൊന്നും ഇവിടുത്തെ രാഷ്ട്രീയ പ്രശ്നമല്ല. സംസ്ഥാനത്ത് ഈ പറയുന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. അതിനകത്ത് നൂറുകണക്കിന് പേർ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട് ബാക്കിയുള്ളവരെല്ലാം ഇല്ലാതായി നിൽക്കുന്ന, അവർക്കൊന്നുമില്ലാതായി നിൽക്കുന്ന ഒരു അവസരത്തിൽ ആ വിഷയത്തെ നിങ്ങൾ ഡീൽ ചെയ്ത രീതി, ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ദേശീയ പാർട്ടി, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് ജയിക്കുന്ന ഒരു സ്ഥലത്ത് അതിന് നിങ്ങളുടെ നിലപാടെന്താണ്? ആ നിലപാട് ഇങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഒരു കാര്യം നടത്തിയെടുക്കാൻ പോകുന്നത്? ഇങ്ങനെയുള്ള സുപ്രധാനമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുമ്പം തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഇപ്പോൾ KPCC പ്രസിഡന്റ് ഇത് കൊണ്ടുവന്ന എന്തിനാ? ഈ പറഞ്ഞ അക്കൗണ്ടിലുള്ള കാശ് 5 കോടിയാങ്കി 1 മാസം മുമ്പ് പറയാമായിരുന്നല്ലോ, 2 മാസം മുമ്പ് പറയാമായിരുന്നല്ലോ, 3 മാസം മുമ്പ് പറയാമായിരുന്നല്ലോ. ഇതൊന്നും എന്നാ പറയാൻ? ഇത് ഇന്നലെ രാവിലെ വന്ന കാശല്ലല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ കാശുമായി ബന്ധപ്പെട്ട് പറയുന്നത് മൊത്തം പച്ചക്കള്ളമാണ്. ഇപ്പം മുഖ്യമന്ത്രി ചോദിച്ചുകൊണ്ട് പറയുന്നു വേണ്ടാന്ന്. നിങ്ങൾ ജനങ്ങളോട് പറ, നിങ്ങൾ പൈസ ഒരപ്പുറത്ത് നിന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ബാക്കിയുള്ളവരെല്ലാം നിങ്ങളെ ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ എത്ര പിരിച്ചത്, നിങ്ങൾ അടിച്ചു മാറ്റി എന്ന് ആക്ഷേപിക്കുകയാണ്. നിങ്ങൾ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിയാണെങ്കിൽ, നിങ്ങൾ ദേശീയ പാർട്ടി ഏറ്റവും അക്കൗണ്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കണക്ക് കൃത്യമായിട്ടുണ്ട്. KPCC അധ്യക്ഷൻ്റെ പേരിലും ഈ പറയുന്ന വി ഡി സതീശൻ്റെയും കൂടെ പേരിലാണ് ഈ അക്കൗണ്ട് കിടക്കുന്നതെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇതങ്ങ് പുറത്തു വിട്ടാൽ പോരായിരുന്നു ആദ്യം തന്നെ? ശരി, ഇത് അതാ പറഞ്ഞേ, അത് അന്ന് തൊട്ടേ അപ്പൊ പണിയായതിന്. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വെയിറ്റ് നിൽക്കാൻ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ഈ പറയുന്ന വിഷയം ഇപ്പം KPCC പ്രസിഡന്റിനെ കോൺഗ്രസ്സുകാർ ചീത്ത വിളിക്കുക, അതറിയോ? കോൺഗ്രസ്സുകാരിപ്പം KPCC പ്രസിഡന്റിനെ ചീത്ത വിളിക്കുക. കാര്യനാ, ഇങ്ങേരെന്തിനാണ് ഇതിപ്പോൾ ഇതെടുത്തിട്ടത്? മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ? ഇതാണ് ഇപ്പോഴത്തെ വിഷയം. സത്യമാണ്, മിണ്ടായിരുന്നാൽ മതിയായിരുന്നു. കാര്യം ഇതങ്ങ് മുങ്ങിപ്പോയേന്. എന്നുവെച്ചാൽ നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉത്തരം പറയാത്ത ആൾക്കാരോട് നാണമില്ല, നമുക്ക് എത്ര പ്രാവശ്യം ചോദിക്കാൻ പറ്റും? നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉത്തരം പറഞ്ഞപ്പം ആ ഉത്തരത്തിനകത്ത് ഡിസ്ക്രിപ്പൻസീസ് വന്നു, വൈരുദ്ധ്യം വന്നു. ആ വൈരുദ്ധ്യത്തെ സംസ്ഥാനത്തുള്ള ആൾക്കാർ ചോദ്യം ചെയ്തു തുടങ്ങി. അതിന് ഇഷ്ടപ്പെടായിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. 5 കോടിയെ പിരിച്ചു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് ആരാണ്? അടുത്ത ഈ പറയുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട കൂത്തുപറമ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. നോക്കൂ, കൂത്തുപറമ്പിൽ പൈസ പിരിച്ചു എന്ന് പറയുന്നു. ആ പിരിച്ച ആള് ഏറ്റവും പിരിച്ചു കള്ളത്തരം കാണിച്ചു എന്ന് പറയുന്ന ആള് കോൺഗ്രസിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ആ കോൺഗ്രസിൻ്റെ അപ്പുറത്ത്, കോൺഗ്രസിൻ്റെ പാളയത്തിൽ കോൺഗ്രസിൻ്റെ സീറ്റ് മേടിച്ച് കോൺഗ്രസിന് അദ്ദേഹം ജയിക്കാനുള്ള കാര്യങ്ങളല്ലേ അദ്ദേഹം നോക്കത്തുള്ളൂ. ആ ജയിക്കാൻ നോക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് മൊത്തം ആരോപണങ്ങളാകത്തില്ലേ? അദ്ദേഹം വളരെ പ്രീ പ്ലാൻ ചെയ്ത് ഈ പറയുന്ന ഇപ്പുറത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകണമായിരുന്നു, സീറ്റ് വേണമായിരുന്നു. അതിനൊരു ആരോപണമായി അദ്ദേഹം മുന്നോട്ട് വരുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഈ സംഭവം ഈ പറയുന്ന ആ മനുഷ്യന് ഇച്ചിരൂടെ ക്രെഡിബിലിറ്റി കിട്ടിയേനെയും അങ്ങേരെ എങ്ങും പോകാതിരിക്കുകയായിരുന്നെങ്കിൽ. സാധാരണ മനുഷ്യർ, സാധാരണ ഇച്ചിരി പ്രജ്ഞയുള്ള ആൾക്കാർ ചിന്തിക്കുമ്പം അങ്ങേര് ആ റോഡിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുക, ഞാൻ CPM കാരനാണ്, അല്ലെങ്കിൽ CPM സഹയാത്രികനാണ് എന്ന് പറഞ്ഞൊരു വിമർശനമായിരുന്നു ഉന്നയിക്കുന്നെങ്കിൽ ന്യായമുണ്ട്. കോൺഗ്രസിൻ്റെ സീറ്റ് കോൺഗ്രസിൻ്റെ ടിക്കറ്റ് മേടിച്ച് വിജയിക്കാൻ ശ്രമിച്ചേച്ച് അവിടെ അപ്പുറത്തെ പാളയത്ത് പോയി നിൽക്കുന്ന ഒരാൾ ഇലക്ഷൻ സമയത്ത് സത്യം പറയുമെന്ന് വിശ്വസിക്കാൻ അരിയാഹാരം കഴിച്ചവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണേൽ വിശ്വസിക്കാം, ശരി, നിങ്ങൾക്ക് വേണേൽ എങ്ങനെ വേണമെങ്കിൽ അതിനെ കാണാം. പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അദ്ദേഹം റോഡിന് നടുക്കല്ല നിൽക്കുന്നേ. ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചവരെല്ലാം, CPM-നെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച എല്ലാ ആൾക്കാരും കോൺഗ്രസ് സീറ്റ് കൊടുത്തു. അപ്പൊ കോൺഗ്രസ് സീറ്റ് കൊടുക്കുമ്പം കോൺഗ്രസിന്റെ കൂട്ടത്തിൽ നിന്ന് ജയിക്കാൻ നോക്കുന്ന ആൾക്കാർ CPM-നെ കുറിച്ച് സത്യം പറയോ? ഇതിനകത്ത് മൊത്തം മോശമാണെന്നേ പറയത്തുള്ളൂ. അങ്ങക്ക് ജയിക്കണം, അപ്പൊ അതിനൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ ഫണ്ട് കാര്യത്തിൽ ഈ പറയുന്ന 45 കോടി പിടിക്കാൻ കപ്പാസിറ്റിയുള്ള ലീഗിന്റെ മുന്നിൽ നിങ്ങൾ 5 കോടി മാത്രം സംസ്ഥാനത്ത് മൊത്തം പിരിച്ചെടുത്തതിന്റെ കണക്ക് വിശ്വസിക്കാൻ തൊണ്ട തുടങ്ങാതെ വിഴുങ്ങാൻ ഇരിക്കുകയല്ല, പറ്റില്ല. ശരി, വസീഫ് കൂടി ചേർന്നിട്ടുണ്ട്. വസീഫ്, ഇന്ന് ഇത്രയും കാലത്തിന് ശേഷം വയനാട്ടിന് വേണ്ടി കോൺഗ്രസ് പിരിച്ച പണവും യൂത്ത് കോൺഗ്രസ് പിരിച്ച പണവും എത്രയാണ് എന്ന്
KPCCയുടെ അധ്യക്ഷൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കയ്യിൽ കുറേ കടലാസ് കഷ്ണങ്ങൾ വെച്ച് പറയുമ്പോൾ അത് കേരളം മുഴുവൻ കേൾക്കണം, ഇതൊന്നും പറയേണ്ട കാര്യമല്ല എന്ന് എൻ ശ്രീകുമാർ പറയുകയാണ്. കോൺഗ്രസിൻ്റെ സഹയാത്രികൻ കൂടിയായിട്ടുള്ള എൻ ശ്രീകുമാർ പറയുകയാണ്, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, അപ്പുറത്തെ പാർട്ടി രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ചതൊക്കെ എവിടെ എന്നുള്ളത് കൂടി ഉണ്ടല്ലോ എന്നുകൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. വയനാട്ടിലെ ദുരന്തത്തിന് വേണ്ടി പിരിച്ച പണത്തിൻ്റെ കണക്കിൽ വിശ്വാസം അർപ്പിച്ച് ഇന്ന് സണ്ണി ജോസഫ് പറഞ്ഞത് കേട്ട് മിണ്ടാതിരിക്കണോ? ഈ ദുരന്തം ഏറ്റുവാങ്ങിയവരും അതിനോടൊപ്പം നിന്ന് കേരളം മുഴുവൻ ഇവരെ കരകയറ്റാൻ വേണ്ടി ശ്രമിച്ച കേരളവുമൊക്കെ ഇത് കേട്ട് മിണ്ടാതിരിക്കണോ? ഇനി 3-4 ദിവസം മാത്രം പ്രചരണം അവസാനിക്കാൻ നിൽക്കെ നാളെ ഇതിൻ്റെ പേരിൽ ചോദ്യങ്ങൾ ഉയരില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കോൺഗ്രസ് എന്ന് കാണണോ? ഡോക്ടർ ലാൽ, ഞങ്ങൾ DYFI, ഞാൻ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണല്ലോ. ഈ മുണ്ടക്കയിലെ ചൂരൽമലയിലുമൊക്കെ ഈ ദുരന്തമുണ്ടായതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം പത്രക്കാരെ കണ്ട് ഗവൺമെൻറ്റുമായി സഹകരിച്ച് 25 വീടുകൾ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചവരാണ്. അതിനുവേണ്ടിയുള്ള പണം ഞങ്ങൾ സമാഹരിക്കുന്നത് ആക്രി പെറുക്കിയും ബിരിയാണി ചലഞ്ചുകൾ നടത്തിയും വിവിധ ചലഞ്ചുകൾ നടത്തിയും ഞങ്ങളുടെ സഖാക്കൾക്കിടയിൽ നിന്ന് സ്വരൂപിക്കും എന്നായിരുന്നു ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ച ഞങ്ങൾ 20 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ടൗൺഷിപ്പ് പദ്ധതിയിലേക്ക് 20 കോടി രൂപ ഞങ്ങൾ കൈമാറി. അങ്ങനെ കൈമാറിയവരാണ് ഞങ്ങൾ. എന്നാൽ അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം, ഞങ്ങൾ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം പ്രഖ്യാപിച്ചവരാണ് യൂത്ത് കോൺഗ്രസ്. അവർ 25 അല്ല പറഞ്ഞത്, 30 വീടിനാണ് പറഞ്ഞത്. കോൺഗ്രസും പ്രഖ്യാപിച്ചു 100 വീട്. അവർ പറഞ്ഞു 230 വീടോളം ഈ ഒരു കണക്ക് പ്രകാരം കോൺഗ്രസ് നിർമ്മിച്ചു നൽകും എന്ന്. അതുമാത്രമല്ല, ഞങ്ങൾ ഇങ്ങനെ പണം സമാഹരിക്കുന്ന സമയത്ത് ഞങ്ങൾ പണം പിരിക്കുന്നില്ല. കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷത്തിൻ്റെ വിവിധ സംഘടനകളുമൊക്കെ അവരാൽ പറ്റുന്ന രീതിയിലുള്ള പണമൊക്കെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക. ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടിയും ടി സിദ്ദീഖും ഉൾപ്പെടെ NSS-ഉം NCC-യുടെ പ്രതിനിധികളും ഒക്കെ പങ്കെടുത്ത ഈ പുനരധിവാസ പ്രവർത്തനത്തിന് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനാ യോഗത്തിൽ പങ്കെടുത്തവരാണ് ഞങ്ങൾ. അവിടെ നിന്നാണ് ഈ ടൗൺഷിപ്പ് പദ്ധതിയും ആ പദ്ധതിയിലേക്കാണ് പണം കൊടുക്കേണ്ടതെന്നും ഒരു സ്പോൺസർ ഇത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ പണം കൈമാറിയവരാണ് ഞങ്ങൾ. ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് അതിനെ പോലും സംശയത്തിൻ്റെ ഒരു മുൾമുനയിൽ നിർത്തുക. അങ്ങനെയാണല്ലോ ഇവരുടെ രീതി, നുണ പറഞ്ഞ് അവ്യക്തതകൾ ഉണ്ടാക്കുക എന്നുള്ളത്. അത് അവിടെ ഇരിക്കട്ടെ. കോൺഗ്രസ് അന്ന് ഈ പണം പിരിക്കുന്ന സമയത്ത് KPCC പ്രസിഡന്റ് പറഞ്ഞത് 1 രൂപ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കരുതെന്നാണ്. കോൺഗ്രസിൻ്റെ ആപ്പ് ഉപയോഗിച്ചുള്ള പണം പിരിവുണ്ട്, അതിലേക്ക് പണം കൊടുക്കണം എന്നാണ് അങ്ങനെ ആഹ്വാനം ചെയ്തത്. അതിൻ്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ ഈ പൊതുസമൂഹത്തിലുണ്ട്. ഈ കോൺഗ്രസ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്നാണ്. അങ്ങനെ പണം പിരിച്ചവർ ഞങ്ങൾ പണം കൈമാറി ഈ ദുരന്തബാധിതർക്കുള്ള പുനരധിവാസ പ്രവർത്തനത്തിൽ 176 വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ചടങ്ങ് നടക്കുന്നു. അതിൻ്റെ പ്രഖ്യാപനം വരുന്നു. അതിനോടടുപ്പിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇവർ പോയി 3 ഏക്കറിലധികം ഭൂമി വാങ്ങി. 3 ഏക്കറിലധികം ഭൂമി വാങ്ങി. അവർ ഈ വീട് കൈമാറ്റത്തിൻ്റെ തൊട്ട് പിറ്റേ ദിവസം സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയൊക്കെ കൊണ്ടുവന്ന് അവിടെ തറക്കല്ലിട്ടു, വലിയ മാമാങ്കം നടത്തി. എന്നിട്ടോ തറക്കല്ലിട്ടു. 3.5 ഏക്കറിൽ എത്ര വീടുണ്ടാക്കാൻ പറ്റും? ഇവർ പറയുന്നത് പോലെ ഉണ്ടാക്കാൻ പറ്റുമോ? അതും അവിടെ ഇരിക്കട്ടെ. പിന്നീടും ചോദ്യങ്ങൾ ഉയർന്നു, എത്ര പണമാണ് പിരിച്ചത്? ആ പണം എവിടെ? അന്ന് VD സതീശൻ പറഞ്ഞു എൻ്റെയും ആരുടെയും KPCC പ്രസിഡന്റിൻ്റെയും സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ട് എന്ന്. എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നേ ഇല്ല, എവിടെയും പറഞ്ഞില്ല. ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നു, ഇവർ പറഞ്ഞില്ല. ആപ്പ് എവിടെയെന്ന് ചോദിച്ചു. ഈ പണം പിരിക്കാനുള്ള ആപ്പ് കാണണ്ടേ? അത് നിലനിൽക്കണമല്ലോ. ഇവരോടൊപ്പം തന്നെ പണം പിരിച്ചവരാണല്ലോ മുസ്ലിം ലീഗ്, സമാനമായ ആപ്പ് ഉപയോഗിച്ച്. അവരുടെ ആപ്പ് ഉണ്ടല്ലോ. ഇവരുടെ ആപ്പ് എന്തായിപ്പോയി? കോൺഗ്രസിൻ്റെ ആപ്പ് എവിടെ പോയി? പറയണ്ടേ ഇവർ? അങ്ങനെ പണം പിരിച്ചു ഇവർ. ആ പണത്തിന് കണക്കില്ല. പിന്നെയും മാധ്യമങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ വീട് പണി എന്തായി? എവിടെ വീട് പണി? അപ്പോൾ VD സതീശൻ പറഞ്ഞു, പോയി നോക്ക്, അവിടെ വീട് പണി നടക്കുന്നു എന്ന്. ഞാൻ പോയി നോക്കിയത് നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. ഞങ്ങൾ DYFI എന്നുള്ള നിലക്ക് ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾ അകത്ത് കയറിയില്ല, പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി. മാധ്യമങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ ലൈവ് ഇട്ടു. അവിടെ ഒരു പണിയും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു വെള്ള പേപ്പറിൽ പോലും ഒരു അപേക്ഷ കൊടുക്കാൻ പോലും ഇവർ തയ്യാറായിരുന്നില്ല. ആ സമയം വരെ ഒന്നും നടന്നില്ല.
എന്നാൽ ഇവർ വീട് പണി നടക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഇതാ സാക്ഷാൽ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ ഇത്ര രൂപയുള്ളൂ, 5.5 കോടി രൂപയുള്ളൂ, അത് സ്ഥലം വാങ്ങാൻ തന്നെ തികയില്ല, ബാക്കി എന്തു ചെയ്യും? ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ? ഈ ദുരന്തബാധിതരെ മുൻനിർത്തി ഇവർ പിരിച്ച പണം ഇത്രയാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗിന് കിട്ടിയ പണം എത്രയാ? കേരളത്തിലെ DYFI സമാഹരിച്ച അധ്വാനത്തിലൂടെ സമാഹരിച്ച പണം എത്രയാ? ഈ കോൺഗ്രസ് വലിയ പാർട്ടിയാണല്ലോ, അവർ ലക്ഷ്യം വെച്ചത് 230 വീടുണ്ടാക്കാനാണല്ലോ. എവിടെ പണം? ഈ നാട് സംശയിക്കുന്നു, ഈ പണം കോൺഗ്രസ് മുക്കി, അവരാപ്പും മുക്കി, പണവും മുക്കി. അവരോട് ഈ സമൂഹത്തിന് പൊറുക്കാൻ കഴിയില്ല. ഇവരെ എങ്ങനെയാണ് ഈ നാട് വിശ്വസിക്കുക? ഇപ്പോൾ ചാനലുകളൊക്കെ തുറന്നാൽ കോൺഗ്രസിൻ്റെ പരസ്യ 3000 രൂപ പെൻഷൻ കൊടുക്കും പോലും, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യമാണ് പോലും. എങ്ങനെയുണ്ട്? വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ്. ഗംഭീരാണ്. ഈ കോൺഗ്രസിനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിച്ച വെള്ളത്ത് വിശ്വസിക്കാൻ പറ്റുമോ? എങ്ങനെയാ ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് എൻ്റെ ചോദ്യം. ശരി, ഇനിയിപ്പോൾ എന്ത് ധാരണയും ഡീലും കാര്യങ്ങളൊക്കെ ഇവരുണ്ടാക്കിയാലും ജനം എങ്ങനെ ഇവർക്ക് വോട്ട് ചെയ്യാം? ശ്രീ N. ശ്രീകുമാർ, നോക്കൂ, ഇത്രയും ഈ അവസാന നിമിഷത്തിൽ കൊണ്ടുവന്ന് കേൾക്കണോ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട് എന്നാണ് ലാൽകുമാർ നേരത്തെ പറഞ്ഞത്. നാളെ മുതൽ ചോദിക്കാൻ പോകുന്ന, കേൾക്കാൻ പോകുന്ന മുഖ്യമന്ത്രി തന്നെ ചോദിച്ചാലേ നിങ്ങൾക്ക് സമാധാനമാവുള്ളെങ്കിൽ ഇപ്പോൾ വസീഫ് ചോദിച്ചതൊക്കെ അദ്ദേഹവും ചോദിക്കുമായിരിക്കും എന്ന് കാണാം. 230 വീടാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിന് എത്ര പണം വേണമെന്നുള്ളത് അറിയാമെങ്കിൽ, സർക്കാർ ഉണ്ടാക്കിയതിനേക്കാളും അപ്പുറം ഉണ്ടാക്കണമെന്ന് കരുതിയാണ് നിന്നതെങ്കിൽ അതിന് തക്കവണ്ണമുള്ള ടാർഗറ്റിലേക്ക് എത്താൻ നോക്കിയിട്ട് 5.5 കോടി, ഞാൻ ആ കാര്യത്തിലൊന്ന് ചോദിക്കട്ടെ താങ്കളോട്, വളരെ ലളിതമായ കാര്യമാണ്. ഇത് 5,38,21,632 രൂപയാണ് കോൺഗ്രസ് പിരിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെതായി പറയുന്നത് 1,05,00,000 രൂപ. ഇത് ആണ് സണ്ണി ജോസഫ് പറഞ്ഞത്. ശരിയോ തെറ്റോ രണ്ടാമത്തെ കാര്യം. അത് തന്നെ കൂട്ടിയാൽ 6,43,21,632 വരും. ചിലവ് 9 ലക്ഷം രൂപയുടെ ആപ്പ്, 9,30,000-ൻ്റെ 3.2 ഏക്കർ ഭൂമിയുടെ 3,66,388 രൂപ. 2.18 ഏക്കർ ഭൂമി രജിസ്ട്രേഷൻ ആയിട്ടില്ലാത്ത ഭൂമിയുടേത് 2.5 ലക്ഷം രൂപ, 2.5 കോടി രൂപ, 2,50,30,272 രൂപ. ആകെ 6,27,96,660 രൂപ. KPCCയിൽ നിന്ന് എടുത്ത 97 ലക്ഷം രൂപയും വേറെയുണ്ട്. ബാക്കി കാണേണ്ട തുക അവിടെ ഉണ്ട് സർ. 1,12,76,483 രൂപ ബാക്കി കാണണം. ആ ബാക്കി പണം അവിടെ ഉള്ളപ്പോഴാണ് പറയുന്നത് 77 ലക്ഷം രൂപ ഇനിയും വേണം, ഈ രജിസ്ട്രേഷനും കോണ്ടൂർ മാപ്പിങ്ങിനും ഒക്കെ ആയിട്ട് വേണമെന്ന് ഇപ്പോൾ പറയുന്നത്. അതെന്ത് കണക്കാണ് സർ? നോക്കൂ ഡോക്ടർ ലാലേ, ഇവിടെ ശ്രീ ലാൽകുമാറും അതുപോലെ ശ്രീ വസീഫും അവർ പറഞ്ഞ കണക്കുകളൊക്കെ ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കല്ല ഇത് കേൾക്കുന്നവർക്കൊക്കെ ചിരി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. വീട് പണി തുടങ്ങിയോ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളാരും ആദ്യം വീട് പണിയുമ്പോൾ മേൽക്കൂരയല്ല പണിയണത്, പുറത്തുനിന്ന് നോക്കിയാൽ മേൽക്കൂരയാണല്ലോ ആദ്യം കാണാം. മേൽക്കൂര ആരെങ്കിലും ആദ്യം പണിയോ? അതിൻ്റെ അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ബേസിട്ടായിട്ട് വീട് മേപ്പോട്ടാ പോക്കുക, അല്ലാണ്ട് മേളിൽ നിന്ന് താഴേക്കല്ല വീട് പണിയുക. അതാദ്യം മനസ്സിലാക്കുക. ഒന്ന്, അപ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ മേൽക്കൂര കാണില്ല എന്ന് പറഞ്ഞാൽ അത് വീട് പണി അല്ലെന്നില്ല. പാസാക്കി അവിടെ പണി തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞത് VD സതീശനാണ്, പ്രതിപക്ഷ നേതാവ്. തടസ്സപ്പെടുത്താനാണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടാവും. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കുക. നിങ്ങൾക്ക് എന്നെ തടസ്സപ്പെടുത്താൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, കാരണം നിങ്ങൾ കൈരളി ചാനലാണ്. പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കുക. വീട് പണിയുടെ അടിസ്ഥാന ഒരുക്കങ്ങൾ നടത്തിയെന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അത് ഇപ്പം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പണമില്ലാത്തതുകൊണ്ട് അത് പണിയുന്നില്ല എന്നുള്ള സത്യസന്ധമായ പ്രസ്താവന KPCC പ്രസിഡന്റ് പറഞ്ഞത് ജനങ്ങളും വിശ്വസിച്ചു. CPMൻ്റെ നല്ലവരായ CPMകാരും വിശ്വസിച്ചു. CPM നേതാക്കൾ അത് വിശ്വസിക്കണമെന്ന് യാതൊരു നിർബന്ധവും കോൺഗ്രസിനില്ല. ഇത് എന്തുകൊണ്ടാണ് ഈ കണക്ക് വരാൻ കാരണം? 778 കോടി രൂപ മുഖ്യമന്ത്രിക്ക് എല്ലാവരും കൂടെ പിരിച്ചു കൊടുത്തു. കോൺഗ്രസിൻ്റെ MP MLA ഉൾപ്പെടെ പിരിച്ചു കൊടുത്തു. അതിലേതാണ്ട് വീട് പണിയാനായിട്ട് ചിലവായത് എല്ലാം കൂടെ ടൗൺഷിപ്പൊക്കെ തയ്യാറാക്കാനായിട്ട് ഒരു 200 കോടിയെങ്കിലും വരട്ടെ എന്ന് വെച്ചോ. അപ്പോൾ ബാക്കി തുക എവിടെയെന്നൊരു ചോദ്യം വന്നു. അതിനിതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം,
CPM ഈ ഞങ്ങൾ ഇത്ര രൂപ 92 ലക്ഷത്തി ഇത്രയോ രൂപ കൊടുത്തു എന്ന് മിനിഞ്ഞാന്ന് അവർ പ്രസ്താവന ഇറക്കി. ഈ പ്രസ്താവന ഇത്രയും കാലം എന്താ ഇറക്കാതിരുന്നത്? കോൺഗ്രസ് ചോദിച്ചു CPM എത്ര കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ തിരിച്ചു ചോദിച്ചു പിരിച്ചത് എത്ര? ശരി, കൊടുത്തത് ഇത്ര സമ്മതിച്ചു. നിങ്ങൾ പിരിച്ചത് എത്ര? ആ പിരിച്ചതിൻ്റെ കണക്കൂടെ പറയാൻ കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2, പിന്നെ DYFIയുടെ എന്തായാലും വസീഫ് ഇവിടെ ഉണ്ടല്ലോ. വസീഫിനോട് യൂത്ത് കോൺഗ്രസ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം? നിങ്ങൾ 20 കോടി രൂപ പിരിച്ചു, ശരി. ആ 20 കോടി രൂപ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു ചെക്ക് കൊടുത്തത് 2025 ഏപ്രിൽ മാസത്തിലാണ് ചെക്ക് കൊടുക്കുന്ന പണം മുഖ്യമന്ത്രി കൊടുക്കുന്ന പത്രത്തിൽ വന്നത്. യൂത്ത് കോൺഗ്രസ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിൽ ആ പണം വന്നത് 2026 ജനുവരിയിലാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള 10 മാസം ഈ 20 കോടി രൂപ DYFIയുടെ കയ്യിലാണ്. അത് നമ്മൾ കയ്യിലിരിപ്പായിട്ട് വെക്കാൻ അല്ല, അതിപ്പോ ഈ 10 മാസം എന്നൊക്കെ പറയുന്നത് ഡേറ്റിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ DYFI വിശദീകരിച്ചിട്ടുമുണ്ട്. ഞാൻ അതിലേക്ക് വരാം സാർ. പക്ഷേ ഞാൻ ചോദിച്ച ആ കണക്കിലെ കാര്യം ഒന്ന് താങ്കൾ വിശദീകരിച്ചിട്ട് പോകാം. ഒരു മിനിറ്റ്, അല്ല ഒരു മിനിറ്റ്, നിർത്ത് ഒരു മിനിറ്റ്. ഞാൻ ലാൽകുമാർ പറഞ്ഞ പോലെ തന്നെ പറയാം. നിർത്ത് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് മതി. ഞാനത് പൂർത്തിയായിക്കട്ടെ. നിങ്ങൾക്കത് പൊള്ളുന്ന എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് വരുന്നതെന്താ അറിയോ? കോൺഗ്രസിൻ്റെ ഭാഗം വിശദീകരിക്കാനാ, തെരഞ്ഞെടുപ്പ് കാലമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ അവസാനിപ്പിച്ചു തന്നെ. എന്താ തീരുമാനിച്ചോ? ഇല്ല, പറഞ്ഞോളൂ. താങ്കൾ പറയണം. കണക്ക് പറഞ്ഞേ കണക്ക് പറയിക്കും സാർ, പറയൂ. അതെ. നിങ്ങൾ വസീഫിനോട് മറുപടി കൊടുക്കാൻ നിങ്ങൾ സമയം കൊടുത്തോ? അതായത് 20 കോടി രൂപ അങ്ങനെ ആകുമ്പോൾ 10 മാസം ഒരു ബാങ്കിലിട്ടപ്പോൾ അതിൻ്റെ പലിശ 1 കോടിയിലധികം രൂപ പലിശ വരുന്നതാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി നമ്മുടെ ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിൻ്റെ സാന്നിധ്യത്തിൽ പ്രസ് ക്ലബ്ബിൽ ഈ ചോദ്യം ഉന്നയിച്ചത്. അതിന് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ആ 20 കോടി രൂപ 10 മാസം ഇട്ടപ്പോൾ കിട്ടിയ പലിശ എവിടെയെന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ അവർ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കോൺഗ്രസ്. എന്താ ചോദിച്ചേ? ഊരാളിങ്കലിനാണ് ഇത് കൊടുത്തത് പണിയാൻ. എത്ര ടെൻഡർ വിളിച്ചിട്ടാണോ കൊടുത്തതെന്ന് ചോദിച്ചു. അതിൻ്റെ ഉത്തരവും പറഞ്ഞിട്ടില്ല. അതൊക്കെ കിട്ടാതായപ്പം KPCC പിരിച്ച പണം എവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്. പയ്യന്നൂരിലത്തെ നമ്മുടെ ധനരാജ്, എറണാകുളത്തെ അഭിമന്യു, തിരുവനന്തപുരത്തെ വിഷ്ണു, ഇത്രയും പേരുടെ പേരിൽ CPM പിരിച്ച ഫണ്ടിനെ കുറിച്ച് CPM ഉള്ളിൽ തന്നെയാണ് ആക്ഷേപം ഉന്നയിച്ചത്. അതിൻ്റെ ഉത്തരം പറയാൻ പറഞ്ഞു. അതിന് ഉത്തരം ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷും കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാകേഷും പറഞ്ഞത് ആ കണക്ക് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ലെന്നാണ്. ശ്രീ എൻ ശ്രീകുമാർ ഒരു പാർട്ടിയുടെ സഖാക്കളാരെങ്കിലും രക്തസാക്ഷിയാകുക, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ രക്തസാക്ഷിയാകുക, അതിന്റെ പേരിൽ പിരിക്കുന്ന പണവും ഈ വയനാട്ടിൽ ദുരന്തമുണ്ടായി അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി നടത്തിയ പിരിവും രണ്ടും ഒരുപോലെ ആകുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ കാര്യം, ഞാൻ താങ്കളോട് ചോദിച്ചു, 7,40,00,000 രൂപ പിരിച്ചിട്ട് അതിനകത്ത് ചിലവായത് 6,43,21,632. ബാക്കി 1,12,76,483 രൂപ ധനലക്ഷ്മി ബാങ്കിലുണ്ടോ? അല്ലെങ്കിൽ വേറെ എവിടെയാണുള്ളത്? പിന്നെ എന്തിനാണ് 73 ലക്ഷം രൂപ കൂടി ഇപ്പോൾ വേണം? എന്നാൽ ഈ രണ്ടാമത്തെ സ്ഥലം അത് ആധാരം എഴുതാൻ പറ്റുകയുള്ളൂ എന്നിപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ കണക്ക് വിശ്വസിച്ചാൽ തന്നെ ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ. നോക്കൂ ഡോക്ടർ ലാലേ, ഇന്ന് രാവിലെ ആയിരുന്നു സണ്ണി ജോസഫിൻ്റെ പത്രസമ്മേളനം. CPMൻ്റെ ചാനലിൻ്റെയും പത്രത്തിൻ്റെയും ലേഖകന്മാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ തടസ്സപ്പെടുത്താതെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം കിട്ടിക്കാണും. അത് കൃത്യമായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചോദ്യം ചോദിച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്നുള്ള പതിവ് പരിപാടിയാണല്ലോ. കണക്ക് കൃത്യമായിട്ടുണ്ട്. എത്ര കാലം കൊണ്ട് ചോദിച്ചിട്ടാ ഇത്രയെങ്കിലും ഒരു പരിപാടി അവിടെ നടത്തിയത്? എത്ര കാലം കൊണ്ട് ചോദിച്ചിട്ട് താങ്കൾ ഇതൊന്നും കാണുന്നില്ലേ? അല്ല നോക്കൂ ലാലേ, നിങ്ങൾ എൻ്റെ സമയം കളയണ്ട. കാരണം കണക്കിന്ന് രാവിലെ പറഞ്ഞോടെ ഈ തുടക്കത്തിലേ പറഞ്ഞു. കണക്കിൻ്റെ കാര്യം ഞാൻ പറയണില്ല, കാരണം രാവിലെ പറഞ്ഞതാണ്. ഇപ്പം തന്നെ യൂട്യൂബിൽ എടുത്ത എല്ലാവർക്കും കിട്ടും. അല്ലല്ല, താങ്കൾക്ക് ഈ കണക്കിൽ അപാകത തോന്നുന്നില്ലേ? 7,40,00,000 രൂപ അതാണ് ടോട്ടൽ. ഒരു അപാകതയില്ല. 7,40,00,000. താങ്കൾക്ക് അതിൽ സംശയമുണ്ടോ? സണ്ണി ജോസഫ് പറഞ്ഞ കണക്ക് ഒരു അപാകവും ഇല്ല. സണ്ണി ജോസഫ് പറഞ്ഞ കണക്കിൽ ഒരു അപാകവും ഇല്ല. ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസിന്റെ 5 കോടി, യൂത്ത് കോൺഗ്രസിന്റെ 1 കോടി. നിങ്ങൾ സമയം കളയണ്ട. നിങ്ങൾ പറഞ്ഞ കണക്ക് തെറ്റാണ്. സണ്ണി ജോസഫ് പറഞ്ഞ കണക്ക് ശരിയാണ്. ശരി, സണ്ണി ജോസഫ് പറഞ്ഞത് 7,40,00,000 രൂപയാണ് പിരിച്ചത്. 7,40,00,000 രൂപയാണ് KPCCയിൽ നിന്ന് എടുത്തതും കൂടി ചേർത്ത് പിരിച്ചിട്ടുള്ളത് അവരുടെ കയ്യിലുള്ളത്. വെറുതെ നിങ്ങൾ
ഡോക്ടർ ലാലെ വെറുതെ നിങ്ങൾ ആദ്യം ചോദിച്ച സമയം കളയണ്ട. ഇത് സമയം കളയാനുള്ള സമയമല്ല. കൃത്യമായിട്ട് എനിക്ക് ഉത്തരവുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിന് കൃത്യ ഉത്തരവുണ്ട്. ആ ഉത്തരം നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാവരും ഇങ്ങനെ തുടങ്ങി എങ്ങനെയാണ് സാർ? സണ്ണി ജോസഫിനോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം എഴുന്നേറ്റ് പോകും. വി ഡി സതീശനോട് ചോദിച്ചാൽ ദേശാഭിമാനിയും കൈരളിയും ചോദിക്കേണ്ട ബാക്കി അവർക്കും പറയാനുള്ള സണ്ണി ജോസഫിന്റെ വാർത്താ സമ്മേളനത്തിൽ പോയി. ഈ ചർച്ച വളരെ വിലപ്പെട്ട സമയമാണ്. ആ ചോദ്യം ചോദിച്ച് ബഹളം ഉണ്ടാക്കരുത്, അവതാരവും ബഹളം ഉണ്ടാക്കരുത്. ഇല്ല, ഞാൻ ബഹളം ഉണ്ടാക്കില്ല. എനിക്ക് ഒറ്റ കാര്യത്തിൽ മാത്രമേ അറിയേണ്ടതുള്ളൂ. ഞാൻ താങ്കൾക്ക് സമയം തരാം. 7,40,00,000 രൂപ കഴിഞ്ഞിട്ട് അതിനകത്ത് 6,43,00,000 രൂപയുടെ ബാക്കിയുള്ള 1,12,76,483 അതെവിടെ സാർ? നോക്കൂ ലാലെ, ഇന്ന് രാവിലെ കൃത്യമായിട്ട് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കണക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ പറഞ്ഞ കണക്കെല്ലാം തെറ്റാണ്. നിങ്ങൾ ലക്ഷങ്ങളെന്നാണ് പറഞ്ഞ കോടികളാണ്, അത് തെറ്റാണത്. അത് സണ്ണി ജോസഫ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത് എന്താ അറിയോ, ഈ വിലപ്പെട്ട സമയം കളയരുത്. കാരണം ഇവിടെ വസീഫ് വളരെ കൃത്യമായിട്ട് ഉത്തരം പറയേണ്ട ചോദ്യങ്ങളുണ്ട്, ലാൽകുമാർ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ സമയം കളയരുത്. ഈ രണ്ടുപേരും കൃത്യമായിട്ട് സാധാരണ രീതിയിൽ നല്ല ചർച്ചയിൽ സാർ. എന്റെ ലാല ഇങ്ങനത്തെ വിട്ടി ചോദ്യം ചോദിക്കല്ലേ. ഞാൻ പറഞ്ഞു നിൽക്കൂ. ആപ്പിന്റെ കാര്യം അതെന്നെ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് എന്റെ ചെങ്ങാതി. നിങ്ങൾ ബഹളം വെക്കില്ല, അവതാരം ബഹളം വെച്ചാൽ ഞാൻ എന്താ ചെയ്യാ? പറയൂ, കേക്കൂ. ശ്രീ ലാൽകുമാറാണ് ആപ്പിന്റെ കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു 9 ലക്ഷത്തിന്റെ ആപ്പോ. എന്റെ ശ്രീ ലാൽകുമാറെ, 1 ലക്ഷത്തിന്റെ കട്ടിലിൽ പങ്കാസംഗമം നടത്തിയ ഗവൺമെന്റ് എവിടെ? 1 ലക്ഷം രൂപ ഒരു കട്ടിലിന്, 1 ലക്ഷം രൂപ ഒരു കട്ടിലിന്. എന്താ നിങ്ങളാണോ ആപ്പ് എവിടെ ചോദിക്കുന്നത്? 9,30,30,000 രൂപയ്ക്ക് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അത് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് എല്ലാ തെളിവുകളും ഉണ്ടാകുമല്ലോ. അത് ചോദിക്കുമ്പോൾ തിരിച്ച് കുറെ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതിയോ സാർ? എന്റെ ലാലെ, നിങ്ങൾ സണ്ണി ജോസഫ് കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ സമയം കളയാൻ ഞാനില്ല. ആപ്പ് എവിടെയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആപ്പ് ഡീആക്ടിവേറ്റ് ആയി പോയിട്ടേ ഉള്ളൂ. ആപ്പ് എവിടെയെന്ന് അദ്ദേഹം പറഞ്ഞില്ല. നിങ്ങൾ ആപ്പും കോപ്പും കൊണ്ടു നടക്കാണ്ട് ഞാൻ ചർച്ച മര്യാദയ്ക്ക് നടത്ത്. നിങ്ങൾ വെറുതെ ബഹളം വയ്ക്കാനാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം. വെറുതെ ആപ്പ് ഇവിടെ കൃത്യമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ മുഖ്യമന്ത്രിയോടാണ് ചോദ്യം. എത്രയോ കോടികൾ കാണാനില്ല. അവസാനം കണ്ട കോടിയിൽ തന്നെ കണക്ക് ശരിയല്ല. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുക. അത് ചോദിച്ചപ്പോൾ സാധാരണ വസീഫാണ് ശല്യം. എന്റെ ലാലെ, നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തല്ലേ? നിങ്ങൾ അവതാരകനല്ലേ? നിങ്ങൾ തന്നെ കുളവാക്കിയാലോ? പറയൂ, താങ്കൾ പൂർത്തിയാക്കൂ. നിങ്ങളത് ക്ഷമിക്കും, നിങ്ങൾ അവതാരകനല്ലേ? താങ്കൾ പൂർത്തിയാക്കും. ഞാൻ വസീഫിനോട് ചോദിക്കാം. നമ്മൾ ചോദിക്കുന്നത് 778 കോടി രൂപ പൊതു ഫണ്ടായിട്ട് ഈ മുണ്ടകൈ ചൂരൽമലയിൽ കിട്ടിയതിൽ അതിൽ 778 കോടിയിൽ വീട് പണിയാൻ ചിലവാക്കി. അതായത് ഏതാണ്ട് കൃത്യകണക്ക് ഇന്നലെ പറഞ്ഞ 410 വീടുകൾക്ക് ഏതാണ്ട് 62 കോടി. അതിൻ്റെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ 100-150 കോടി വെച്ചോളൂ. ബാക്കി അതിൽ 778 ബാക്കി എവിടെ എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് ഇവിടെയുണ്ട്. എൻ്റെ ശബ്ദം വെറുതെ നിങ്ങൾ കളഞ്ഞു. പ്രസക്തമായിട്ട് ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഡിവൈഎഫ്ഐയുടെ കണക്കിനെ കുറിച്ച് യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ച കാര്യം. പിന്നുള്ള വിഷയം എന്താ വെച്ചാൽ, ഇന്നിവിടെ ശ്രീ സിദ്ദിഖിനെതിരെ ഒരു ആക്ഷേപം കൊണ്ടുവന്നു. ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലാ CPS സെക്രട്ടറി. അതോടെ പറഞ്ഞാൽ നിർത്താം. റഫീഖ് എന്താണ് അവിടെ ശ്രുതി എന്ന പെൺകുട്ടിയെ വീട് കൊടുക്കാമെന്ന് പറ്റിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ 2 വാചകം വെട്ടിയിട്ട് മാറ്റിയിട്ട് എന്തോ കാണിച്ചു എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. എന്താ സംഭവം? എന്താ, ശ്രുതിക്ക് വീട് കൊടുക്കാമെന്ന് തൃശ്ശൂരിലെ ഒരു സന്നദ്ധ സംഘടന വാഗ്ദാനം ചെയ്തു. അതിൻ്റെ തറക്കല്ലിടാനായിട്ട് സിദ്ദിഖ് പോയി. അവിടുത്തെ MLA. ആ വീട് സിദ്ദിഖ് പണിത് കൊടുക്കാമെന്നല്ല പറഞ്ഞത്. സിദ്ദിഖിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴുണ്ട്. 2024 സെപ്റ്റംബർ 24 ഒരു ഡേറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കിയാൽ അറിയാം. ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ തറക്കല്ലിടാൻ പോയി, വീട് പണിത് കൊടുക്കാൻ പറഞ്ഞാൽ പണിത് കൊടുക്കാമെന്ന് വേറൊരാളാണ്. റഫീഖ് ആണെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷെ അപ്പം തന്നെ പൊളിഞ്ഞു. ഈ റഫീഖാണ് മമ്മൂട്ടിയുടെ പിന്നാലെ പോയപ്പോൾ മമ്മൂട്ടി പറഞ്ഞത്. റഫീഖിനെ നമുക്കറിയാം, അദ്ദേഹം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ശരി, അദ്ദേഹമാണ് ഇപ്പൊ ഈ കാര്യത്തിൽ കണക്കുകളുടെ കാര്യത്തിലൊക്കെ ഇന്നലെ ചില ശബ്ദരേഖകളൊക്കെ കൊണ്ടുവന്നത്. അതനുസരിച്ച് വയനാട്ടിൽ കോൺഗ്രസ്സുകാർ പിരിച്ച പണത്തിന്റെ തട്ടിപ്പിന്റെ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് പണം ചെലവാക്കിയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. വസീഫ്, പെയിൻ ശ്രീകുമാർ ഇങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്. നാളെ മുതലുള്ള 4 ദിവസം ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. എന്താണ്
അപ്പോൾ CPM ചെയ്യുക, നിങ്ങളുടെ നേരെ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ എടുത്ത് ഉയർത്തും, അപ്പോൾ നിങ്ങൾക്ക് മറുപടി ഉണ്ടാകുമോ? അതായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. അല്ല, ശ്രീകുമാർ സാറിനോടേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചർച്ചയായിട്ടൊന്നും കാണണ്ട. വേറെ നമ്മൾ DYFI പാർട്ടി എന്നൊന്നും വേണ്ട. ഈ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് സത്യസന്ധമായി നിങ്ങൾ ഞങ്ങളുടെ ഈ അക്കൗണ്ട് പരിശോധിക്കാൻ വരണം. ഞാൻ തയ്യാറാണ്. ഇനിയിപ്പോൾ ഇലക്ഷന് മുമ്പ് വേണമെങ്കിൽ അതിന് തയ്യാറാണ്. ഇനി ഞങ്ങളുടെ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഏൽപ്പിച്ച് തരാം. ആ ബാങ്കിലും നമ്മൾ വിളിച്ച് പറഞ്ഞു തരാം. ഇനി അല്ല സ്റ്റേറ്റ്മെൻറ്റോ മറ്റോ നിങ്ങൾക്ക് അയച്ചു തരണമെങ്കിൽ അതും തരാം. അത്രയും സുതാര്യമാണ് ശ്രീകുമാറേട്ടാ. നിങ്ങൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനയെയും ഒരുപോലെ കാണല്ലേ? അതൊരു ശരിയല്ല. യൂത്ത് കോൺഗ്രസ് ചോദിച്ചു ഞങ്ങളുടെ പലിശ എവിടെയെന്ന്. അവർ പറഞ്ഞ് പുറത്തുവിട്ട കണക്കിൽ ഞങ്ങളുടെ പലിശയുടെ അടുത്തുപോലും അവർക്ക് ഇത്രയും കാലം 2 കൊല്ലം പിരിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നോക്കണോ നിങ്ങൾ? ഞങ്ങളുടെ കയ്യിലുള്ള പലിശ എന്ന് അവർ പറയുന്ന തുകയുടെ അടുത്തുപോലും 30 വീടിന് വേണ്ടി പിരിച്ചിട്ട് അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനി കണ്ടെത്താൻ പറ്റാത്തതാണോ അവർ മറ്റെന്തെങ്കിലും ചെലവഴിച്ചതാണോ എന്നുള്ളത് ശ്രീകുമാറേട്ടനൊന്ന് പരിശോധിക്കണം. ഞങ്ങളും അവരും യുവജന സംഘടനകളല്ലേ? ഞങ്ങൾ ഈ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? ഇനി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന പണവും ഞങ്ങൾ എത്രത്തോളം ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നും ഞങ്ങളുടെ ഇൻട്രസ്റ്റ് എത്രയാണെന്നും ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. അതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഞാനും സനോജും ഉൾപ്പെടെ പറഞ്ഞു, ആദ്യം തന്നെ VD സതീശൻ ഒരാളെ പറഞ്ഞേക്ക്, ഇനി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ. ഞങ്ങളിതാ എല്ലാ രേഖകളും പത്രക്കാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇനി അദ്ദേഹവും വരട്ടെ. എന്നിട്ടെങ്കിലും ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ പുകമറകൾ സൃഷ്ടിക്കുന്ന കള്ളൻ എന്ന് വിളിച്ച് ഓടുന്ന ഈ കോൺഗ്രസിൻ്റെ പണി നിർത്തണം ദയവ് ചെയ്ത്. ഈ കേരളത്തിലുടനീളം നല്ലത് വിചാരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അംഗങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അപമാനിക്കരുത്. എന്നാൽ യൂത്ത് കോൺഗ്രസോ പോട്ടെ കോൺഗ്രസോ അവർക്കാകെ ശ്രീകുമാറേട്ടൻ നെഞ്ചത്ത് കൈവച്ച് പറ ഇത്ര പണമേ പിരിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാണോ? അങ്ങനെയാണെങ്കിൽ അവരുടെ സംഘടന പിരിച്ചുവിടണ്ടേ? ഒരു 10-1 പിരിക്കണ്ടേ? ലക്ഷ്യം വെച്ചതിൻ്റെ 10-1 പിരിക്കാൻ പറ്റണ്ടേ? എന്നിട്ടല്ലേ വലിയ ഡയലോഗ് അടിക്കേണ്ടത്? എന്തൊരു ഡയലോഗായിരുന്നു ഇത്! നാട്ടിലാകെ വലിയ ഡയലോഗ് അടിച്ച് പണം പിരിക്കാൻ ഇറങ്ങിയിട്ട് തോറ്റ് തുന്നം പാടി ഇരിക്കുന്ന ഒരുത്തൻ വന്ന് വീണ്ടും ഞങ്ങളുടെ ദേഹത്ത് ചളിവാരി എറിയ. എങ്ങനെയാണ് ഇതൊക്കെ ഈ പൊതുസമൂഹം വിലയിരുത്തുന്നത്? ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഇതാ വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ കൊടുത്ത തുകയും അതിൻ്റെ ചെക്ക് നമ്പറും എല്ലാം ഹാജരാക്കി. എന്നിട്ടും ഞങ്ങളെ നേരെയാണ് ഇവർ വരുന്നത്. ഇവിടെ 30 വീട് യൂത്ത് കോൺഗ്രസും 200 വീട് കോൺഗ്രസും ഒക്കെ പ്രഖ്യാപിച്ചിട്ട് ആകെ 5.5 കോടിയെ കിട്ടിയിട്ടുള്ളൂ. അതിൽ തന്നെ 90 ലക്ഷം ആപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആപ്പിന് പണം കൊടുക്കുക. വല്ലാത്തൊരു ആപ്പ് തന്നെ ഇവർ. ഈ കോൺഗ്രസിനെയൊക്കെ ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രീകുമാറേട്ട നിങ്ങൾ തയ്യാറാകരുത്. ഇതൊരു ദുരന്തത്തെ മുൻനിർത്തി പിരിച്ച പണമാണ്. ആ ചൂരൽമലയിൽ ആ മുണ്ടക്കയിൽ നിങ്ങൾ വന്നിരുന്നെങ്കിൽ, ആ ദുരന്തബാധിതരെ നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഈ ന്യായീകരിക്കുന്ന കോൺഗ്രസ്സുകാരെ നിങ്ങൾ അടിച്ചോടിക്കും. ഒരു നാണവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഞങ്ങളുടെ പലിശയും ചോദിച്ച് നടക്കുക. ഞങ്ങളുടെ പലിശയൊക്കെ ഞങ്ങളുടെ ആ പേട്ട ബ്രാഞ്ചിൽ ഞങ്ങളുടെ കനറ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്നേ. ഞങ്ങളത് വളരെ കൃത്യമായിട്ട് ആ ബാങ്കിൻ്റെ തന്നെ ഉള്ള പണം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ടൗൺഷിപ്പ് പദ്ധതിക്ക് വേണ്ടി പണം കൈമാറണമെന്ന് പറയുന്നത് വരെ ഞങ്ങളത് സൂക്ഷിച്ചിട്ടുണ്ട്. എന്താ തർക്കം? അതിൻ്റെ ബാലൻസ് തുകയും സൂക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്ന് പ്രഖ്യാപിച്ച കൂത്തുപറമ്പിൽ വീടുണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞെടുത്ത് കുറച്ച് പണം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ TV വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് എത്ര വീടുണ്ടാക്കി കൊടുക്കുന്ന ശ്രീകുമാറേട്ട? 25 വീട് നിർമ്മിച്ചു കൊടുക്കുന്ന സർക്കാരുമായി സഹകരിച്ച്. ആ ചാനലിൻ്റെ യൂട്യൂബുകളിലൊക്കെ അത് ഇപ്പോഴുമുണ്ട്, അതേ വാചകം. അതാ DYFI. ഞങ്ങൾക്ക് ഈ സമൂഹത്തിനോടാ ബാധ്യത. ഞങ്ങളുടെ ഡീല് ഈ സമൂഹത്തോടാ. ഇങ്ങനെ കള്ളം പറഞ്ഞ് കനകലുവിൻ്റെ ഉപദേശവും കേട്ട് ഈ ജനങ്ങൾക്കിടയിൽ പുകമറ സൃഷ്ടിച്ച് പോകരുത് ദയവ് ചെയ്ത്. ഈ ദുരന്ത സമയത്തൊക്കെ ഈ നാട് ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് ഈ ജനത്തെ, നാടിനെ പുനരധിവാസ പ്രവർത്തനത്തിലേക്കൊക്കെ കൊണ്ടുവരുന്ന ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷമുണ്ട്. അതിനെ നിങ്ങളിങ്ങനെ കളങ്കപ്പെടുത്തരുത്. ഇനിയെങ്കിലും
ഈ കോൺഗ്രസിനെ നിങ്ങളൊക്കെ തിരുത്താൻ ശ്രമിക്കണം. നിങ്ങളെപ്പോലെ ഉന്നതമായ വിദ്യാഭ്യാസവും മാധ്യമ പ്രവർത്തന അനുഭവവും ഒക്കെയുള്ള ആളുകൾ അവരെ പറഞ്ഞ് തിരുത്തണം. എന്നിട്ട് ഇപ്പോഴും അവർ വന്ന് വാഗ്ദാനങ്ങൾ കൊടുക്കുക ജനങ്ങൾക്ക്. കൊടുത്ത വാഗ്ദാനങ്ങൾക്കൊക്കെ മതി, അതൊക്കെ ഒന്ന് പൂർത്തീകരിച്ചിട്ട് പോരെ അടുത്തത് എന്ന് ചോദിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാവണ്ടേ കോൺഗ്രസ്സിൽ? എന്നിട്ട് മറ്റു പലതും പറഞ്ഞ് CPM-ൽ നിന്ന് പുറത്തുപോയവർ അധികാരത്തിൻ്റെ താല്പര്യത്തിൻ്റെ ഒക്കെ പേരിൽ പുറത്തുപോയവരുടെ ആരോപണവും എഴുന്നള്ളിച്ച് കൊണ്ടുവരിക. നാണമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരല്ല, കോൺഗ്രസിൻ്റെ ലാൽജിയും മധുവും ഉണ്ട്, ഗ്രൂപ്പ് വൈക്കിൻ്റെ പേരിൽ തൃശ്ശൂരിൽ കൊല്ലപ്പെട്ടവരാ. അവരുടെ രക്ഷിതാക്കൾ ഞങ്ങൾക്ക് പണം കിട്ടിയിട്ടില്ല, ഞങ്ങളെ സഹായിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ആലപ്പുഴയിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടിട്ട് പോലീസ് അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ പണം പിരിച്ചില്ലേ കോൺഗ്രസ്സുകാർ? ആ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തില്ലേ? വലിയ വിഷയമായില്ലേ, വാർത്തയായില്ലേ? നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, അവരിപ്പോഴും കോൺഗ്രസ്സിലുണ്ടല്ലോ. കോൺഗ്രസിനകത്തിൽ നിന്നുകൊണ്ടായി പറയുന്നത്. ഞങ്ങളുടെ ഈ പറയുന്ന ആളുകളൊന്നും അങ്ങനെയല്ല, അധികാരത്തിന്റെ അപ്പക്കഷ്ടങ്ങൾ തേടി പോയവരാ. അങ്ങനെ പോയവർ പുറത്തു നിന്ന് കൊഞ്ഞനം കുത്തി കാണിക്കുന്നു. അവർക്ക് എന്തും വിളിച്ചു പറഞ്ഞൂടെ? അവർക്ക് എന്തും വിളിച്ചു പറയാം. ഇതൊക്കെ പറയുന്നത് പക്ഷേ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കണം, കോൺഗ്രസ്സുകാരുടെ കയ്യടി കിട്ടണം. ദുരന്തത്തിന്റെ പേരിൽ വീട് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് പണം, അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി പണം പിരിച്ചതിന്റെ കണക്ക് ചോദിച്ചതിനും അത് ഇത്രയും വൈകി അവതരിപ്പിച്ചപ്പോൾ വന്ന പിഴവുകൾ, അതിൽ തെറ്റുണ്ടല്ലോ എന്ന് ചോദിച്ചതിനുമാണ് ഇതൊക്കെ പറയുന്നത്. ആ ഉത്തരം പറയാതിരുന്നത് ശരിയാവുമോ? ലാൽകുമാർ, നോക്കൂ, ഇത്രയും പണം മാത്രമേ പിരിച്ചിട്ടുള്ളോ എന്ന് ചോദിച്ചതോടെ നിൽക്കട്ടെ. സ്വയം അറിയാമായിരുന്നല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ ഇത് 5 കോടി മാത്രമേ കയ്യിലുള്ളൂ എന്ന്. എന്നിട്ടാണോ ഞങ്ങളിതാ പണിയാൻ പോവുകയാണ്, ഞങ്ങളിപ്പോൾ 3 മാസത്തിനകത്ത് വീട് വെച്ചു കൊടുക്കും, തറക്കല്ലിടുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയൊക്കെ കൊണ്ടുവരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്തതപ്പോൾ മാധ്യമങ്ങളോട് തട്ടിക്കയറുമ്പോഴൊക്കെ മനസ്സിൽ അറിയാമായിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഇത്രയും പണമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്? അത് സത്യമാണെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയതിൻ്റെ ബാക്കിയാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതാണെങ്കിൽ അപ്പോൾ അത് എത്രമാത്രം വഞ്ചനയാണ് കാണിച്ചത്? കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്, ഇടപെടരുത്. ഇതിനകത്ത് ശ്രീമാറിയേട്ടനുമായിട്ട് ചർച്ചകൾക്കിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. സാധാരണ വളരെ യുക്തിപരമായി, വളരെ ജനാധിപത്യപരമായി ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ശ്രീമാറിയേട്ടൻ. ഇപ്പോഴും ജനാധിപത്യത്തിൻ്റെ മര്യാദ അദ്ദേഹം നമ്മളോട് ലംഘിച്ചു എന്നൊരു അഭിപ്രായം ഇല്ല. കാര്യം അദ്ദേഹം നമ്മളോട് മാന്യമായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് നോക്കൂ, താങ്കൾ ചോദ്യം ചോദിക്കുന്നത്, താങ്കൾ ഡിസ്റപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് താങ്കൾക്കെതിരെയുള്ള ആരോപണം നേരത്തെയും ശ്രീമാറിയേട്ടൻ പല ചർച്ചകളിലും ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ്, ഉപയോഗപ്രയോഗമാണ്. ലാലെ ഇടപെടരുത്, ലാൽ ഇങ്ങനെ ആയാലെങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും കോപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാനത് ഹൈലൈറ്റ് ചെയ്യുന്നതിന് കാരണം അത്രത്തോളം ബാക്ക് ഫുട്ടിലാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ശ്രീകുമാറിയേട്ടനല്ല ബാക്ക് ഫുട്ടിൽ, ഈ കണക്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഈ പടിവാതിലിൽ ഇങ്ങനൊരു ചോദ്യം KPCC പ്രസിഡന്റ് തന്നെ എടുത്തിട്ട് KPCC പ്രസിഡന്റ് തന്നെ ഈ ബൂമറാങ് പോലുള്ള കാര്യം നേരിടേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ KPCC പ്രസിഡന്റിനും VD സതീശനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നിങ്ങൾ കോൺഗ്രസിൻ്റെ സഹയാത്രികനായ ഈ പറയുന്ന മാധ്യമപ്രവർത്തകനായ ശ്രീമാറിയേട്ടനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അത് കിട്ടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിട്ടു. കാര്യം അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും പ്രകോപിതനാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയമായി അത് ആ പ്രയോഗത്തിൽ തന്നെ ഇത്രയും കാലം ഡിബേറ്റിൽ പങ്കെടുത്തിട്ട് അങ്ങനെ ഒരു പ്രയോഗം ഉപയോഗിക്കാത്ത ഒരാൾ ഇങ്ങനൊരു കാര്യത്തിലേക്ക് വന്നത്. നമ്മൾ ഇപ്പം താങ്കൾ ഇടപെട്ട കാര്യത്തിൽ പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഉപയോഗിക്കാതെ ഇന്ന് ഉപയോഗിച്ചതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ആ കണക്ക് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ പറ്റിയില്ല. താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നോക്കൂ, താങ്കൾ വളരെ വിശാലമായി ചോദിച്ച ചോദ്യമാണ്. ഈ പറഞ്ഞ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയും ഈ കൂട്ടും കുറക്കും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ എന്തിയെന്ന് ചോദിച്ചതിന് മറുപടിയില്ല. നോക്കൂ, അത് ഉറപ്പായിട്ടും ശ്രീമാറിയേട്ടന് മറുപടി പറയാൻ പറ്റില്ല. KPCC പ്രസിഡന്റിന്റെ കൈ മറുപടി ഇല്ല. ഇതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. നോക്കൂ, പിന്നെ വന്നൊരു വിഷയം CMDRF-ഉമായിട്ട് ബന്ധപ്പെട്ടാണ്. ശ്രീമാറിയേട്ടന് പറ്റുമെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള CM's ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അതിന് പ്രോസസ് ആൻഡ് പ്രൊസീജിയറിൽ കയറുക. അതിനകത്ത് വയനാട് ലാൻഡ് സൈഡ് CMDRF റിലീഫ് ആൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഓൾ ഇന്ത്യൻ റുപ്പീസ്. അതിനകത്ത് എന്താ CMDRF റെസീറ്റ് ആൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് വയനാട് ലാൻഡ് സ്ലൈഡ് 2024 റെസീറ്റ് എത്രയാണ്? 773.98 കോടി. അലോട്ട് ചെയ്തിരിക്കുന്നത് 167.12 കോടി.
ഇതാണ്, ബാക്കി CMDRF-ലുണ്ട്. നിങ്ങൾക്ക് വേണേൽ കോവിഡിൻ്റെ കണക്ക് താഴോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എങ്ങും പോയിട്ടില്ല, അത് അവിടെ ഉണ്ട്. ഇത് ബാക്കി എന്ത് എന്നുള്ള ചോദ്യത്തിന് CMDRF-ലുണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരം. CMDRF-ലുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലെ വെബ്സൈറ്റിനകത്ത് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സാധനം അവിടെ ഇപ്പോൾ കിടപ്പുണ്ടെങ്കിൽ നാളെ ദേ കനോട്ട് ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് അറ്റ് ദ സെയിം ടൈം. അതില്ല എന്ന് സർക്കാരിന് പറയാൻ പറ്റില്ല. നാളെ മറ്റൊരു സർക്കാർ വന്നാലും അത് പറയാൻ പറ്റില്ല. കാര്യം ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ പാർട്ടിയല്ല. അത് നാളെ VD സതീശൻ മുഖ്യമന്ത്രി ആയാലും മറ്റാരും മുഖ്യമന്ത്രി ആയാലും ഈ പറയുന്ന K. സുരേന്ദ്രൻ മുഖ്യമന്ത്രി ആയാലും അതവിടെ കിടക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തത് നോക്കൂ, ഈ ബാലൻസ് എമൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ചോദ്യം വന്നല്ലോ. ഈ ബാലൻസ് എമൗണ്ട് ഇത്രയേ ഉള്ളായിരുന്നെങ്കിൽ മിനിഞ്ഞാന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങൾ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 100 വീട് പണിയും 150 വീട് പണിയെന്ന് പറഞ്ഞ VD സതീശൻ പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? നിങ്ങൾക്ക് 100-100 വീട് പണിയാനുള്ള കാശ് കയ്യിലില്ല എന്ന് VD സതീശൻ പറയണ്ടേ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ പണി നടക്കുന്നു എന്ന് പറഞ്ഞത്? ശ്രീമാറിയേട്ടൻ പറഞ്ഞ് ശരിയാണ്, മേളിൽ നല്ല തുടങ്ങുന്നത് ശരി, താഴേം തന്നെ അടിത്തറ കെട്ടി തന്നെയാണ് തുടങ്ങുന്നത്. എൻ്റെ ചോദ്യം തിരിച്ച്, ഈ പറയുന്ന പണം നിങ്ങളുടെ കയ്യിൽ പണിയാൻ പൈസ ഇല്ല എന്ന് പറയുന്ന KPCC പ്രസിഡന്റിൻ്റെ അതേ രീതിയിൽ VD സതീശൻ എന്താ മറുപടി പറയാഞ്ഞേ? അവിടെ പണി നടക്കും, കാശില്ലാത്തവൻ എങ്ങനെയാ പണിയുന്നേ? പൈസ ഇല്ല പണിയാൻ എന്നാണ് ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, ആണോ അല്ലയോ? KPCC പ്രസിഡന്റ് പൈസ ഇല്ല, അക്കൗണ്ടിൽ പൈസ ഇല്ല. VD സതീശൻ്റെ എവിടുന്നാ പൈസ വന്നേ? VD സതീശൻ്റെ എവിടെയാ വന്നതെന്ന് കോൺഗ്രസ് വിശദീകരിക്കണ്ടേ? ആ ചോദ്യത്തിന് എന്നാ മറുപടി ഇല്ലാത്ത? VD സതീശനെ മിനിഞ്ഞാന്നും ഇന്നലെ ഉള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാശില്ലാത്ത ആരുണ്ട് ചുമ്മാ ഒന്ന് പണി തന്നോ? അതെന്തൊരു കണക്കാ അത്? ആ ചോദ്യം ചോദിക്കുമ്പോൾ പ്രകോപിതനായിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കട്ടെ. പിന്നെ നിങ്ങളുടെ പിരിച്ചാള് ഈ യൂത്ത് കോൺഗ്രസിന്റെ വഴി പിരിച്ചാള് വേറെ വഴിക്ക് പോയി, അത് വേറൊരു പ്രശ്നമാണ്. ആ ചർച്ച ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വളരെ സിമ്പിളാണ്. മിനിഞ്ഞാന്ന് VD സതീശൻ പറയുമ്പം VD സതീശൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും കൂടെ പേരിൽ കിടക്കുന്ന അക്കൗണ്ടിൽ വന്ന പൈസയെക്കുറിച്ച് VD സതീശൻ ധാരണയില്ലെന്നാണോ പറയുന്നത്? അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം കൂടെ, ഇത്രയും പൈസയെ കയ്യിലുള്ളൂ എന്ന് ഇവരെന്നാ നേരത്തെ പറയാഞ്ഞേ? ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് കുറഞ്ഞു പോയ പൈസ അല്ലല്ലോ, ആണോ? ഇതിപ്പം വയനാട്ടിലെ കാര്യം കളക്ഷൻ കഴിഞ്ഞിട്ട് കുറേ നാളായി ആയല്ലോ, ഇവരെന്നാ ഇത് നേരത്തെ പറയാഞ്ഞേ? നേരത്തെ പറയാഞ്ഞത് എന്താ? ആ ചോദ്യം പ്രസക്തമല്ലേ? ഉണ്ട്, പൈസ ഉണ്ട്. ശരി, എന്തിയേ? നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് പണിയുന്നേ ശരി എന്നുള്ള ചോദ്യം അവിടെ കിടപ്പില്ലേ? അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ പണം പിരിച്ചു, നിങ്ങൾ എത്ര പിരിച്ചു, അത് ആ പിരിച്ച തുക എത്ര എന്ന് ലോകം അറിയാതിരിക്കാനാണ് നിങ്ങൾ ആപ്പ് മുക്കിയത്. ആപ്പ് കോപ്പ് എന്നുള്ള പ്രയോഗം അവിടെ നിൽക്കട്ടെ. ആപ്പ് മുക്കുന്നതിൻ്റെ ലക്ഷ്യം ആ ഫണ്ടിൻ്റെ സോഴ്സ്, അത് എത്ര പണം വന്നു എന്നുള്ളത് ആ തെളിവില്ലാതാക്കാനായിട്ടുള്ള പരിപാടിയാണ്. ശരി, അത് മനുഷ്യന് സ്വബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ? ലീഗിന്റെ കണക്കിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞേ, കോൺഗ്രസ് പിരിച്ചതിനെക്കാട്ടിലും 9 മടങ്ങ് പിരിച്ച ഒരു റീജിയണൽ പാർട്ടിയാണ് ലീഗ്. നിങ്ങൾ ലീഗിന്റെ കാല് പിടിക്കണോ അങ്ങനെ നോക്കുവാണെങ്കിൽ? അല്ലേ? കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ പറ്റില്ല. രാഹുൽ ഗാന്ധി അവിടുന്ന് വരുന്നു, വിമാനത്തിൽ വരുന്നു, ഈ ലോകത്തുള്ള കാര്യമെല്ലാം പറയുന്നു. അത്രയും പൈസ പിരിക്കാൻ പറ്റാത്ത, അതിലെ 9-1 അംശം മാത്രം പിരിക്കാൻ പറ്റിയ ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയോ? ഇത് അതൊന്നുമല്ല. കോൺഗ്രസ് വളരെ വിശാലമായി സംസ്ഥാനത്തെല്ലാം പിരിച്ചിട്ടുണ്ട്, കൊണ്ടുപോയവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കണക്ക് ചോദിച്ചപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലെത്തി നിന്നപ്പം വിശദീകരിക്കാൻ പറ്റാതെ വന്നതിന് പിന്നെ ഇതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പൈസ എടുത്തിട്ടുണ്ടെന്ന് തന്നെ അനുമാനിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതല്ല ഇപ്പോൾ ഒരാൾ കട്ടോണ്ട് പോയി, ഇപ്പോൾ VD സതീശൻ കട്ടോണ്ട് പോയി, അല്ലെ KPCC പ്രസിഡന്റ് കട്ടോണ്ട് പോയി എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. അങ്ങനെ പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ പൈസ എതുവഴി പോയി എന്നുള്ളത് വിശദീകരിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ കളവ് കാണിച്ചു എന്ന് തന്നെയാണ്. അതിന് വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല ശ്രീമാറിയേട്ടാ. എക്സ്ക്യൂസ് അംഗീകരിക്കാൻ പറ്റില്ല. ശരി, ആപ്പിലുള്ള പൈസ എവിടെയെന്നുള്ളത് കാണാൻ പറ്റുന്നില്ല, ആപ്പ് തന്നെ അവിടെ കാണാനില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനിടയിൽ KPCC നിന്ന് എടുത്ത 97 ലക്ഷം രൂപയും കൂടി ഇതിനിടയിൽ കൂടെ അങ്ങ് കയറ്റി വിട്ടതാണ് ഇനിയിപ്പോൾ നാളെ കോൺഗ്രസിനകത്ത് പ്രശ്നമാകാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സമയം വല്ലാതെ കുറവാണ്, എന്നാലും 30 സെക്കൻഡ് വീതം അത് ആവശ്യത്തിന് ഉപയോഗിച്ച് ജനങ്ങൾക്ക് വിശ്വാസമാകുന്ന രീതിയിൽ പറയണം. ശ്രീ N. ശ്രീകുമാർ, ഇതാ നോക്കൂ, ഈ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ ഇല്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇനിയിപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ ഗ്യാരണ്ടിയും ഇന്ദിരാ ഗ്യാരണ്ടിയും ഒക്കെ എങ്ങനെ വിശ്വസിക്കും? സണ്ണി ജോസഫ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട. ഇവിടെ 2 ചോദ്യമുണ്ട്. എന്തിനാണ് 178 വീട് പണിതിട്ട് വയനാട്ടുകാരെ പറ്റിച്ചു?
താമസയോഗ്യമല്ലാത്ത വീട് എന്തിനാണ് ഇലക്ഷൻ പ്രമാണിച്ച് ഉദ്ഘാടനം ചെയ്തത്? ഒരാൾ ഇന്ന് അവിടെ താമസിക്കുന്നില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഈ ചെക്ക് ഡിവൈഎഫ്ഐയുടെ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല, അത് അവർ നാളെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞോട്ടെ. പക്ഷേ ചെക്ക് കൊടുത്തിട്ട് 10 മാസം എന്തുകൊണ്ടാണിത് ബാങ്കിൽ കിടന്നതെന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് തട്ടിപ്പ് കാരണമാണ് പ്രത്യേക നിധി രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. എന്നിട്ട് നടപ്പാക്കിയില്ലെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ നേതാക്കൾ അവരുടെ ഫണ്ട് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തു. പക്ഷേ വാസയോഗ്യമല്ലാത്ത 178 വീട് പണിതിട്ട് ആരും അവിടെ താമസിക്കാത്ത അവസ്ഥയിൽ വാസയോഗ്യമല്ലാത്ത കുറെ വീടുകൾ ഗവൺമെന്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ വീടേ വെക്കുന്നില്ല, ആ പരാതിയും ഇല്ലല്ലോ. ഇതായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്താൽ മതിയല്ലോ, ഒന്നും പണിയണ്ടല്ലോ. ഇവർ കേരളത്തിലെ UDF കേരളം ഭരിച്ച സമയത്ത് ഒരുപാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ അവസ്ഥ ശ്രീകുമാരേട്ടൻ്റെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലക്കുള്ള സ്കിൽ ഉപയോഗപ്പെടുത്തി ഒന്ന് കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ DYFI എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചു പോയതെന്ന 2 കൊല്ലമായിട്ട് 1 കോടി പോലും പിരിക്കാൻ പറ്റാത്ത യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് ഒരു സങ്കടവും ഇല്ല. ഞങ്ങൾ പിരിച്ച് അക്കൗണ്ടിൽ വെച്ച് മുഖ്യമന്ത്രിയുടെയും ആ ടൗൺഷിപ്പ് പദ്ധതിയുടെയും നിർദ്ദേശം കിട്ടുന്നത് വരെ ഞങ്ങളുടെ അക്കൗണ്ടിൽ ആ പണം വെച്ചതിനാണോ ഇപ്പോൾ പ്രശ്നം? ഞങ്ങൾ നിങ്ങളോട് ആരോടും ചോദിച്ച് നിങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി ഇടേണ്ടിയിരുന്നോ? അതും നിങ്ങൾ ഈ പറയുന്നത് പോലെ മുങ്ങുന്ന ആപ്പിൽ കൊണ്ടുപോയി ഇടേണ്ടിയിരുന്നോ? ഞങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെന്നേ. ശരി, ആ അക്കൗണ്ടിൽ പണമുള്ളതിന് എന്താ നിങ്ങൾക്ക് പ്രശ്നം? ഞങ്ങളെ അക്കൗണ്ടിൽ നിന്ന് 25 വീട് പറഞ്ഞിട്ട് 100 വീട് കൊടുത്തവരാ. അതിനുശേഷം അവിടെ വീടിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് എല്ലാ വീട്ടുകാർക്കും TV കൊടുത്തവരാ ഞങ്ങൾ DYFI. ശരി, എന്നിട്ടും ഞങ്ങളെ കൊല്ലയാണോ നിങ്ങൾ ഈ പറയുന്നത്? ശരി ലാൽകുമാർ, സമയത്തിന്റെ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു താങ്കൾ മൈക്ക് കൂടി മാറ്റിയത് കൊണ്ടാണ്. ശരി, എന്തായാലും സമയത്തിന്റെ പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല. ഈ കാര്യത്തിൽ ഉഡായിപ്പ് കണക്ക് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ ഇന്നത്തെ ദിവസം കൊണ്ടുവന്ന് സണ്ണി ജോസഫ് ഇങ്ങനെ പറഞ്ഞിട്ട് ബാക്കി പൈസ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും ഉത്തരവില്ല. ഇത് കോൺഗ്രസ്സിന് കുരുക്കായി മാറുമോ? അടുത്ത ദിവസങ്ങളിൽ ആളുകൾ എന്താണ് പറയുക? അതിന് മറുപടി ഉണ്ടാകുമോ? അതോ നിങ്ങളൊന്നും ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ട, ബഹളം ഉണ്ടാക്കേണ്ട, ഞങ്ങളുടെ കയ്യിൽ കണക്ക് കൃത്യമായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും എന്ന ഒരു മറുപടി തന്നെ ആയിരിക്കുമോ ഇനിയും കാണേണ്ടി വരിക? അടുത്ത 3 ദിവസങ്ങളിൽ ഈ ചോദ്യം വല്ലാതെ വരും. കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് വസീഫ്, ഒപ്പം N. ശ്രീകുമാർ, ഒപ്പം അഡ്വക്കേറ്റ് N. ലാൽകുമാർ. ന്യൂസ് അവസാനിക്കുന്നു.